വേറൊരാളും കൂടെ നമുക്ക് മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്രദമാകത്തക്ക രീതിയിൽ അറിവ് പങ്കുവെക്കണം. നിങ്ങൾക്ക് പറ്റുന്നിടത്തോളം പേരെ പ്രത്യേകിച്ചും ആരോഗ്യപരമായ വിഷയങ്ങളിൽ വിഷമിക്കുന്ന ധാരാളം പേര് നമ്മുടെ ബന്ധുക്കളുണ്ട്, നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട്, നമ്മൾ തന്നെയുണ്ട്. അപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മുടെ ഈ ജർമ്മൻ ന്യൂ മെഡിസിൻ അല്ലെങ്കിൽ GHK എന്ന ഈ ഈ പ്രസ്ഥാനം അല്ലെങ്കിൽ ഈ ഒരു അറിവ് നമ്മൾ ജനങ്ങൾക്ക് നൽകുന്നത്. GNM എന്ന പേര് ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല ഇപ്പോൾ, പല കാരണങ്ങൾ കൊണ്ടുണ്ട്. കാരണം അതിൻ്റെ അകത്തൊരു ഉണ്ട്, അല്ലെങ്കിൽ മെഡിസിൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് കേൾക്കുന്ന പലരും വിചാരിക്കും ഇതൊരു പുതിയ മെഡിസിൻ ആണോ, ഇതെന്താ ഹോമിയോപ്പതി മെഡിസിൻ പോലെ, അലോപ്പതി പോലെ, ആയുർവേദ മെഡിസിൻ പോലെ ഒരു മെഡിസിൻ, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് മൊഡാലിറ്റി ഓഫ് പ്രാക്ടീസ് ഓഫ് മെഡിസിൻ ആണോ? അങ്ങനെയൊന്നും അല്ല. ദിസ് എ നോളജ്. അതുകൊണ്ട് തന്നെ ടുവേഴ്സ് ദി എൻഡ് ഓഫ് ദി ലൈഫ് ഓഫ് ഡോക്ടർ ഹാമർ അദ്ദേഹം തന്നെ മാറ്റിയ പേരാണ് ജർമാനിക് ഹീലിംഗ് നോളജ്, അല്ലെങ്കിൽ ജർമാനിഷെ ഹൈൽക്കുണ്ടെ എന്നാണ് അദ്ദേഹം വിളിച്ചത്. അതാണ് നമ്മളിപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് GHK എന്ന പേരിൻ്റെ അർത്ഥം ജർമാനിക് ഹീലിംഗ് നോളജ് എന്ന് ഇംഗ്ലീഷിൽ പറയാം. പക്ഷെ അത് വളരെ വ്യാപകമായിട്ടുള്ള അർത്ഥങ്ങളുള്ളതാണ്. നമ്മൾ ജർമാനിക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാലഘട്ടവും ചരിത്രപരമായിട്ടുള്ള ഒരു പ്രാധാന്യം അതിനുണ്ട്. ജർമ്മനിയിൽ നിന്നാണ് വന്നത്. നമ്മൾ ഫോളോ ചെയ്യുന്ന, അല്ലെ എന്നെ ശ്രമിക്കുന്ന ഭൂരിപക്ഷം പേര് ഫോളോ ചെയ്യുന്ന ഹോമിയോപ്പതിയും ജർമ്മനിയിൽ നിന്നാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതേപോലെ നമ്മൾക്ക് ഈ ഗുരുക്കന്മാരെയൊക്കെ നന്ദിപൂർവ്വം ഓർത്തുകൊണ്ട് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നമ്മളിപ്പോൾ ഡോക്ടർ അനിത പറഞ്ഞു ബേസിക്, അതൊന്നും എടുക്കാൻ സമയമില്ല, കാരണം അത് തന്നെ ക്ലാസ്സുകൾ അനേകം പോകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ദയവീത് നിങ്ങൾ ഫണ്ടമെന്റൽസ് ഓഫ് GHK പഠിക്കാൻ വേണ്ടിയിട്ട് 5 ബയോളജിക്കൽ ലോസ് ഓഫ് നേച്ചർ. കാരണം GHK നോളജിനെ 3 പ്രധാനപ്പെട്ട കാറ്റഗറീസ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നമ്പർ 1 ഈസ് 5 ബയോളജിക്കൽ ലോസ്, ദി ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് GHK. നമ്പർ 2 ഇപ്പം നമ്മൾ അതിലാണുള്ളത്, അതായത് സ്പെഷ്യൽ ഓർ സിഗ്നിഫിക്കൻറ്റ് ബയോളജിക്കൽ പ്രോഗ്രാംസ് ഓഫ് നേച്ചർ. നമ്മൾ ഒരിക്കലും രോഗമെന്ന് അല്ല ഡിസീസ് എന്ന് ഉള്ള കാഴ്ചപ്പാടില്ല. പത്തോളജി എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നില്ല. സോ കോൾഡ് ഡിസീസ് എന്നും ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. കാരണം ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും രോഗങ്ങൾ എന്നുള്ള ആശയമാണ് ഉള്ളത്. രോഗങ്ങൾ ഇല്ല എന്നുള്ളതാണ് GHK പഠിപ്പിക്കുന്നത്. എല്ലാം നമ്മുടെ സർവൈവൽ മെക്കാനിസമാണ്. ഈ ഭൂമിയിൽ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഏറ്റവും പ്രശ്നങ്ങളായിട്ട് വരുന്ന നമ്മുടെ കോൺഫ്ലിക്ട്സിന്, അത് സൈക്കിക് കോൺഫ്ലിക്ട്സ് ആണ്, മോർ ദാൻ ഫിസിക്കൽ ഓർ മെറ്റീരിയൽ ഓർ ബോഡി ലെവൽ കോൺഫ്ലിക്ട്സിനേക്കാളും കൂടുതൽ സൈക്കിക് ലെവൽ കോൺഫ്ലിക്ട്സ് ആണ് മാനേജ് ചെയ്യുന്നത്. അത് മാനേജ് ചെയ്യാൻ വേണ്ടി ബോഡി അഡാപ്റ്റ് ചെയ്യുന്ന, ബോഡി മാത്രമല്ല സൈക്കി എന്ന് പറയുന്ന സബ് കോൺഷ്യസ് മൈൻഡും ഒരു മീഡിയേറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന ബ്രെയിനും നമ്മുടെ ബോഡിയും കൂടെ കൂടുന്ന ആ ഒരു ട്രയാഡ് അല്ലെങ്കിൽ ആ ഒരു സിങ്ക്രോണിസിറ്റിയുടെ ഫലമായിട്ട് മാത്രമേ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റൂ. അതുകൊണ്ട് എന്നെ ആദ്യമായിട്ട് ശ്രമിക്കുന്നവർ വീണ്ടും നിങ്ങൾ വെബ്സൈറ്റ് learninggmm.com ബൈ ഡോക്ടർ കാരോളിൻ മർക്കലിനാണ്. കാരോളിൻ മർക്കലിൻ്റെ എൻ്റെ ഗുരുവാണ്. ഡോക്ടർ ഹാമറിൻ്റെ ഡയറക്റ്റ് ഡിസൈപ്പിളാണ്. പുള്ളിക്കാരത്തി ഒരു ഓസ്ട്രിയ ലേഡിയാണ്. അപ്പോൾ അവരുടെ വെബ്സൈറ്റാണ് മോസ്റ്റ് സിസ്റ്റമാറ്റിക് ആയിട്ട് ഞങ്ങൾ എല്ലാവരും പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അവിടെ പോയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും 5 ബയോളജിക്കൽ ലോസ് ഓഫ് നേച്ചർ പഠിച്ചിരിക്കണം. തീർച്ചയായിട്ടും അതിനുവേണ്ടി നിങ്ങൾ കുറച്ച് സമയം കളയണം. അതിൻ്റെ ബെനിഫിറ്റ് അത് അൺഎക്സ്പ്ലെയിനബിൾ ആണ്. അത് അത്രമാത്രം നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കുടുംബത്തിൻ്റെ ജീവിതത്തെ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തെ എല്ലാം മാറ്റിമറിക്കാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങളൊരു പ്രാക്ടീഷണറാണ്, നിങ്ങൾ ക്ലയൻസിനെ സ്വീകരിക്കുന്ന ഒരു പ്രാക്ടീഷണറാണ്, അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റാണ്, അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഏരിയയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് എങ്കിൽ കർശനമായിട്ടും നിങ്ങൾ ഈ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് പഠിച്ചേ തീരും. എങ്കിൽ മാത്രമേ നമ്മുടെ മുമ്പിലിരിക്കുന്ന രോഗി, അയാൾ പറയുന്ന രോഗം എന്നുള്ള പേരിൽ പറയുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാകാൻ പറ്റും. അപ്പം നമ്മൾ സെക്കൻഡ് കാറ്റഗറി അല്ലെ സെക്കൻഡ് ചാപ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഡിസീസസ്, നെയിംസ് ഓഫ് ഡിസീസസ് നമ്മൾ ഒഴിവാക്കുകയാണ്. പക്ഷെ ടിഷ്യൂ, ഏത് ടിഷ്യൂ, ഏത് ഓർഗൻ ആണ് അഫക്റ്റഡ്, അത് നമുക്ക് കൂടുതൽ മനസ്സിലാകുന്ന കാര്യമാണ്. ബാക്കി അത് പഠിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഓരോ അവയവത്തിൻ്റെയും കോമ്പോണൻസ് അല്ലെ അത് കമ്പോസ് ചെയ്തിരിക്കുന്ന ഡിഫറെൻറ്റ് എൻഡോഡേം, മീസോഡേം, എക്ടോഡേം, ഇങ്ങനെ ജെർമിനൽ ലെയേഴ്സ് ഡിഫറെൻ്റ് ആണെന്നൊക്കെ നമ്മൾ മനസ്സിലാവും. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഞാൻ ഓൾറെഡി അനൗൺസ് ചെയ്തു, നിങ്ങളെ ബന്ധപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് പോസ്റ്ററൊക്കെ അയച്ചു തന്നപ്പോൾ അതിൻ്റെ അത് പറഞ്ഞിട്ടുണ്ട്. ടുഡേയ്സ് ടോപ്പിക് ഈസ് പാങ്ക്രിയാസ്. അപ്പോൾ പാങ്ക്രിയാസ് എന്ന് പറയുന്ന അവയവം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്.
അപ്പോൾ അതെന്തുകൊണ്ടാണെന്നൊക്കെയാണ് നമ്മൾ ഇനി അങ്ങോട്ടേക്കുള്ള സമയത്തിൽ വിശദീകരിക്കാനായിട്ട് പോകുന്നത്. കാരണം പാൻക്രിയാസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ സ്കൂൾ ലെവലിലോ അല്ലെങ്കിൽ ഡോക്ടേഴ്സിന് പോലും നമുക്ക് അതിൻ്റെ ഡിഫറെൻറ്റ് നേച്ചർ ഓഫ് ദി ടിഷ്യൂ അത് പലപ്പോഴും നമുക്ക് അറിയത്തില്ല. പാൻക്രിയാസ് ഈസ് പാൻക്രിയാസ്, അതിൻ്റെ ഫംഗ്ഷനെ കുറിച്ച് അറിയാം, അനാറ്റമി അറിയാം, ഫിസിയോളജി അറിയാം. അല്ലാതെ അതിൻ്റെ എംബ്രിയോളജി അല്ലെങ്കിൽ ഒരു എവല്യൂഷണറി വേസിൽ വാട്ട് ഈസ് ഇറ്റ്സ് സ്റ്റാറ്റസ് എന്നൊക്കെ അറിയത്തില്ല എന്ന് പറഞ്ഞാൽ ആരും ദേഷ്യം പിടിക്കരുത്, അതാണ് സത്യം. അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന പാൻക്രിയാസ് ഗ്ലാൻഡിൻ്റെ 3 പ്രധാനപ്പെട്ട ടിഷ്യൂവിനെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. അത് ഒന്നാമത്തെ പാൻക്രിയാസ് ഗ്ലാൻഡ്. സോ ഇറ്റ് ഹാസ് ഗോട്ട് സം ഫങ്ഷൻസ് ആസ് എ ഗ്ലാൻഡ്. നമ്പർ 2, നിങ്ങൾ പടം കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അല്ലേ? സ്ക്രീൻ വിസിബിൾ അല്ലേ? കാണാമല്ലോ? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. ഓക്കെ, കാണാം 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 സാറേ, നന്നായിട്ട് കാണാം. ഞാൻ അങ്ങനെ ഒരു രീതി അഡോപ്റ്റ് ചെയ്യാണ്. കാരണം ആരും നോക്കാനായിട്ട് വായിക്കാനായിട്ട് പറഞ്ഞാൽ പോലും വായിക്കാതിരുന്നെങ്കിലോ എന്ന് വിചാരിച്ചാണ് ഇത് ഞാൻ നേരിട്ട് സ്ക്രീനിൽ PPT ആയിട്ട് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കൺമുമ്പിൽ കാണുന്ന ആ ഗ്ലാൻഡാണ് പാൻക്രിയാസ് ഗ്ലാൻഡ്. അപ്പോൾ അതിൻ്റെ 3 ആസ്പെക്ട്സ് ആണ് നമ്മൾ എടുക്കുന്നത്. ആ മഞ്ഞ നിറത്തിലുള്ളത് ഗ്ലാൻഡാണ്. അതിൻ്റെ അകത്ത് ചെറിയ ചെറിയ സ്പെക്സ് ഡോട്ട്സ് ആയിട്ട് നിങ്ങൾ കാണുന്നത് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്നതാണ്. നടുക്കൂടെ വളരെ സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ നല്ല ഹൈ കളേർഡ് ആയിട്ടുള്ള റെഡ് ആയിട്ട് കാണുന്നതാണ് അതിൻ്റെ ഡക്റ്റ് അല്ലെങ്കിൽ ട്യൂബ്, which collects this pancreatic juice and transfers into the duodenum. അതാണ് പാൻക്രിയാസ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഗ്ലാൻഡിനെ എങ്ങനെ നമ്മുടെ മൈൻഡും എങ്ങനെ നമ്മുടെ ബ്രെയിനും എങ്ങനെ നമ്മുടെ ഓർഗൻ ലെവലിലും എന്താണ് ബോഡി നമ്മളോട് പറയുന്നത്, പാൻക്രിയാസ് ഗ്ലാൻഡ് എന്താണ് നമ്മളോട് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതായിരിക്കും ശരി. അപ്പോൾ GHKയുടെ പെർസ്പെക്റ്റീവിൽ, GHKയുടെ കാഴ്ചപ്പാടിൽ പാൻക്രിയാസ് ഗ്ലാൻഡ് എന്താണ്, അതിൻ്റെ ഫങ്ഷൻ എന്താണ് എന്നൊക്കെയാണ് നമ്മൾ ഇനി അങ്ങോട്ടേക്ക് കാണാൻ പോകുന്നത്. ഏത് അവയവം നമ്മൾ പഠിക്കുമ്പോഴും GHK ലേണിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അതായത് SBS എന്ന അല്ലെങ്കിൽ സിഗ്നിഫിക്കൻറ്റ് ബയോളജിക്കൽ സ്പെഷ്യൽ പ്രോഗ്രാം ഓഫ് നേച്ചർ എന്നുള്ള നിലയിലാണ് നമ്മൾ പാൻക്രിയാസിനെ പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെ രോഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്? പാൻക്രിയാറ്റൈറ്റിസ് കേട്ടിട്ടുണ്ട്, പാൻക്രിയാറ്റിക് ക്യാൻസർ കേട്ടിട്ടുണ്ട്, ഡയബറ്റീസ് കേട്ടിട്ടുണ്ട്, ക്യാൻസർ ഹെഡ് ഓഫ് ദി പാൻക്രിയാസ് ഉണ്ട്, ക്യാൻസർ ഡക്റ്റ് ഉണ്ട്. അപ്പം വിവിധ രോഗങ്ങൾ, പാൻക്രിയാറ്റൈറ്റിസ്, ഇതെല്ലാം ഏത് അവയവമാണ്, ഏതാണ് അതിൻ്റെ കാരണം, ഏതാണ് അതിൻ്റെ കോൺഫ്ലിക്റ്റ്, ഏതാണ് അതിൻ്റെ മാനിഫെസ്റ്റേഷൻ, ഇങ്ങനെയൊക്കെ വളരെ വിശദമായിട്ട് പഠിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ജോലി. അപ്പോൾ ഈ 5 ബയോളജിക്കൽ ലോസ്, അതായത് ഫണ്ടമെന്റൽ കാര്യങ്ങൾ പഠിക്കാതെ നമുക്ക് മുന്നോട്ട് പോയാൽ അത് ശരിയാവത്തില്ല. അതുകൊണ്ട് നിങ്ങൾ പഠിക്കണം. ഇന്ന് പഠിച്ചില്ലെങ്കിലും ഇനിയെങ്കിലും പോയിരുന്ന് ഇന്നത്തെ ക്ലാസ്സും അല്ലെങ്കിൽ ഇതിൻ്റെ റെക്കോർഡിങ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ ആ റെക്കോർഡിങ്സ് ഒക്കെ നിങ്ങളുടെ കയ്യിലെത്തും. അപ്പോൾ അതുമായിട്ട് വെച്ചിട്ടെങ്കിലും പഠിക്കുക. കാരണം ഈ വെബ്സൈറ്റ് വായിച്ചാൽ ഇത് കിട്ടും. വെബ്സൈറ്റിൽ നിന്ന് തന്നെയാണ് ഞാനിത് എടുക്കുന്നത്, പക്ഷെ വേറൊരു ഫോർമാറ്റിലാണ് ഞാനിപ്പോൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ വെബ്സൈറ്റ് വായിച്ചാൽ കിട്ടില്ല എന്നല്ല, പക്ഷെ അതൊന്ന് സമ്മറൈസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതി. കാരണം ഞാനൊക്കെ ഒത്തിരി വർഷങ്ങൾ, ഒത്തിരി പ്രാവശ്യം വായിച്ചിട്ടാണ് ഇന്നും ഈ ഡയബറ്റീസ് പോലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. നമ്മൾ ഇതുവരെ ഡയബറ്റീസ് എന്ന് പറഞ്ഞു, പക്ഷെ അതിൻ്റെ ഓരോ സ്റ്റേജിലും ഓരോ അവയവത്തിൻ്റെ ഫങ്ഷൻ എന്താണ്, ഡ്യൂട്ടി എന്താണ്, എന്തുകൊണ്ട് ഹൈപ്പർ ഗ്ലൈസീമിയ എന്നുള്ള സ്റ്റേജൊക്കെ വരുന്നു എന്നുള്ള പഠിക്കണമെങ്കിൽ വളരെ നന്നായിട്ട് സമയം കളഞ്ഞിട്ട് പഠിക്കണം. ആ സമയം നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്നുള്ളതിന് യാതൊരു സംശയം. അപ്പോൾ മറ്റേത് അവയവം പോലെ പാൻക്രിയാസിൻ്റെ സൈക്കി എന്ന് പറയുന്ന സബ് കോൺഷ്യസ് മൈൻഡിലുണ്ടാകുന്ന ബയോളജിക്കൽ കോൺഫ്ലിക്റ്റ് എന്താണെന്ന് നമ്മൾ ഇന്ന് പഠിക്കും. രണ്ടാമത് ബ്രെയിനിൽ എവിടെയാണ് ഈ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ബ്രെയിൻ റിലേ അല്ലെങ്കിൽ ബ്രെയിൻ സെന്റർ കൺട്രോളിങ് ദി പാൻക്രിയാസ്, അത് എവിടെയാണെന്ന് നമ്മൾ പഠിച്ചിരിക്കണം. ഇനി ഓർഗൻ ലെവലിലേക്ക് വരുമ്പോഴത്തേക്ക്, ബിക്കോസ് ഇൻ GHK നോളജ് നോട്ട് എ സിംഗിൾ ഓർഗൻ ഈസ് ഐസൊലേറ്റഡ്, ഇറ്റ് ഈസ് എ പാർട്ട് ഓർ ഇറ്റ് ഈസ് ദ തേർഡ് പാർട്ട് ഓഫ് എ ട്രയാഡ് ഓർ സിങ്ക്രോണസ് ആയിട്ടുള്ള ഫംഗ്ഷനാണ്. അപ്പം സൈക്കി, ബ്രെയിൻ ആൻഡ് ഓർഗൻ. ഇവിടെ നമ്മുടെ ഇന്നത്തെ ഓർഗൻ നമ്മൾ പാൻക്രിയാസ് ഗ്ലാൻഡ് ആണ് എന്ന് മാത്രമേ ഉള്ളൂ. ഈ പാൻക്രിയാസ് ഗ്ലാൻഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സിംറ്റംസ് അത് ഒരു ബയോളജിക്കൽ റെസ്പോൺസ് ആണ് എന്നാണ് GHK പറയുന്നത്. സോ GHK പഠിക്കാനായിട്ട് വന്നിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണം മസ്റ്റായിട്ടും, അതായത് നോട്ട് എ സിംഗിൾ സിംറ്റം ഈസ് എ മീനിങ്ലെസ് ഓർ an inimical or a negative manifestation by the body.
or it is not a mistake of nature. Nature is our mother nature, will never go wrong. Whatever it does, whether it is inflammation, whether it is pain, swelling, some obstruction, everything is meaningful in the framework of GHK. That meaningful manaslakia, you can relieve the patient from the fear of diseases. Let it be cancer, let it be inflammation, let it be tumor, let it be obstruction, whatever it, let it be diabetes and so-called complications, whatever it is, they all can be understood in the framework of GHK. Then things becomes very, very cool, relaxed. You can be free from the fear of diseases. അപ്പോൾ നമ്മൾ ഓരോ ടിഷ്യൂ, നമ്മൾ GHK പഠിക്കുമ്പോൾ എപ്പോഴും ഓർക്കേണ്ടത് ഈ ടിഷ്യൂ ഒറിജിനേറ്റിംഗ് ഫ്രം എംബ്രിയോളജിക്കൽ ഡിഫറെന്റ് ലേയേഴ്സ്. നമ്മൾ കഴിഞ്ഞ 2 പ്രാവശ്യം ഒന്ന് സ്റ്റൊമക്ക് പഠിച്ചപ്പോഴും നമ്മൾ പറഞ്ഞു അവിടെ 2 എൻഡോഡേം എംബ്രിയോളജിക്കൽ ലേയേഴ്സ് മാത്രമേ ഉള്ളൂ. ഒന്ന് ആ റെഡ് കളർ കണ്ടിരുന്ന സ്മോൾ കർവേച്ചർ, ഷോർട്ട് കർവേച്ചർ എന്ന് പറയുന്ന ഭാഗത്തുള്ള റെഡ് കളറും മജോറിറ്റി ഓഫ് ദി ബൾക്ക് ഓഫ് ദി ഹാർട്ടിൽ സ്റ്റൊമക്കിൽ കണ്ട മഞ്ഞ നിറവും. സോ എൻഡോഡേം ഡിറൈവ്ഡ് ആയിട്ടുള്ള ഗ്രേറ്റർ കർവേച്ചർ, എക്ടോഡേം ഡിറൈവ്ഡ് ആയിട്ടുള്ള സ്മോൾ കർവേച്ചർ. നമ്മൾ ലിവറിനെ കുറിച്ച് കഴിഞ്ഞ ചൊവ്വാഴ്ച പഠിച്ചു. അന്ന് നമ്മൾ പഠിക്കുമ്പോഴും ലിവറിന് 2 ടിഷ്യൂസേ ഉള്ളൂ. ഒന്ന് ബൾക്ക് ഓഫ് ദി ലിവർ കമ്പോസ്ഡ് ഓഫ് or constituted by the liver cells or hepatocytes. അത് യെല്ലോ കളറിലുള്ളതാണ്. അവിടെയും ഒരു റെഡ് ഇതുപോലെ ഒരു ട്യൂബ് ഉണ്ട്, അത് ഡക്റ്റാണ്, എന്ത് ബൈൽ ഡക്റ്റ്. അപ്പൊ അവിടെയും 2 എംബ്രിയോളജിക്കൽ ലെയറിൽ നിന്നുള്ള ടിഷ്യൂസ് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു ഡിഫറൻസ് ഉള്ളത്, there are 3 categories of cells. ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം. ഈ 3 സെൽസിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് പഠിക്കാൻ പോവുകയാണ്. അപ്പൊ ഇതിനെ ബാധിക്കുന്ന അവയവത്തെ ഡയറക്റ്റ് ആയിട്ട് ഒരു രോഗവും ബാധിക്കാറില്ല, അൺലെസ് ഇറ്റ് ഈസ് ഇഞ്ചുറി, അൺലെസ് ഇറ്റ് ഈസ് malnutrition, unless it is poisoning. They are not considered under GHK. They are exempted from the SBS. SBS is always due to 100%, always underline, 100% of the affections of any organ is due to a conflict that happens in the psychic level, which we call in GHK as biological conflict. അപ്പോൾ ഈ ടിഷ്യൂവിന്റെ ഡിഫറെന്റ് എംബ്രിയോളജിക്കൽ ഒറിജിൻ പഠിക്കണം. അതിന്റെ ബ്രെയിൻ കൺട്രോൾ സെന്റർ അല്ലെ ബ്രെയിൻ റിലേ എന്ന് നമ്മൾ പറയും, ബ്രെയിൻ കൺട്രോൾ നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ ഈ ഡിഫറെന്റ് ആയിട്ടുള്ള ബയോളജിക്കൽ കോൺഫ്ലിക്റ്റ് പഠിക്കണം. വാട്ട് മേക്സ് ദിസ് ടിഷ്യൂ ടു വർക്ക്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ GHKയിൽ പഠിക്കുമ്പോൾ പാങ്ക്രിയാറ്റിക് ഡിസീസ് അല്ലെ പാങ്ക്രിയാസിന്റെ രോഗം എന്നൊന്നില്ല. പാങ്ക്രിയാസിന്റെ രോഗങ്ങളെ തന്നെ നമ്മൾ മിനിമം ആയിട്ട് 3 ആയിട്ടെങ്കിലും തരംതിരിച്ചാൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ 3 ഒറിജിനിൽ നിന്നുള്ള അവയവങ്ങൾ നമുക്കുണ്ട്. ഓഫ് കോഴ്സ് മീസോഡേം എന്ന് പറയുന്നില്ല, പക്ഷേ നമ്മൾ എക്ടോഡേം എന്ന് പറയുന്നത് തന്നെ നമ്മൾ 2 രീതിയിൽ കാണും. അതിനെക്കുറിച്ച് നമുക്ക് പറയാം. സോ വി ആർ ഗോയിങ് ഫോർവേഡ് മോർ ഇൻ ടു ദി പാങ്ക്രിയാസ് ഗ്ലാൻഡ്. ഇന്നത്തെ ടോപ്പിക് വളരെ വിശാലമാണ്, അതുകൊണ്ട് വളരെ സ്പീഡിൽ പോകും. നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങൾ യു ഹാവ് ടു ഗോ ബാക്ക് ടു ദി ടെക്സ്റ്റ്, വെബ്സൈറ്റിൽ പോയി പഠിക്കുകയും ചെയ്യണം. അപ്പൊ പാങ്ക്രിയാസ് ഗ്ലാൻഡിനെ കുറിച്ച് നമ്മൾ പറയുന്നത് അത് ഒരു ഡൈജസ്റ്റീവ് ഗ്ലാൻഡുലർ ടിഷ്യൂ ആണ്. എന്ന് വെച്ചാൽ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗ്ലാൻഡ് ആയിട്ടാണ് നമ്മൾ പാങ്ക്രിയാസിനെ അറിയുന്നത്. അപ്പൊ ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ തന്നെ ആ യെല്ലോ കളർ നിങ്ങൾ കാണുന്നത്, ആ ബൾക്ക് അത് മുഴുവനും വരുന്നത് എൻഡോഡേം ഡിറൈവ്ഡ് ആണ്, കൺട്രോൾഡ് ബൈ ദി ബ്രെയിൻ സ്റ്റെം ആണ്. അതിന്റെ ഫങ്ഷൻസും, അതായത് വാട്ട് വിൽ ഹാപ്പൻ ഡ്യൂറിങ് ദി കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി, വാട്ട് വിൽ ഹാപ്പൻ ഡ്യൂറിങ് ദി ഹീലിംഗ്, വാട്ട് വിൽ ഹാപ്പൻ പോസ്റ്റ് ഹീലിംഗ് അല്ലെങ്കിൽ PCL, A, B, എപ്പിലെപ്റ്റോക്ടൈസിസ്, ഇതെല്ലാം കൂടെ പഠിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. സോ ഇതിന്റെ ഷേപ്പിനെ കുറിച്ച് ഇറ്റ് ഇസ് എ ട്യൂബുലാർ ഷേപ്ഡ് ഓർഗൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിന്റെ ലൊക്കേഷൻ നിങ്ങൾക്കറിയാം, ഈ കട്ടായിട്ടുള്ള അപ്പർ പാർട്ട് ദാറ്റ് ഈസ് സ്റ്റൊമക്കിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. അതുകൊണ്ട് ഇറ്റ് ഈസ് ഇൻ ദി ട്യൂബ്, ആ കോർണർ ആയിട്ട് ഇരിക്കുന്ന സ്ഥലത്ത് സ്റ്റൊമക്ക് ആണ്. നമ്മൾ സ്റ്റൊമക്ക് കട്ട് ചെയ്ത് മാറ്റുകയാണ്. സോ ഇറ്റ് ഈസ് ഹാവിങ് എ പൊസിഷൻ ബിഹൈൻഡ് ആൻഡ് ബിലോ ദി സ്റ്റൊമക്ക് എന്ന് പറഞ്ഞാൽ അതായിരിക്കും എളുപ്പം. ഈ ബിഗർ ആയിട്ടുള്ള ഭാഗം അതിനെ നമ്മൾ ഹെഡ് ഓഫ് ദി പാങ്ക്രിയാസ് എന്ന് പറയും, ബാക്കി നമ്മൾ ടെയിൽ ഓഫ് ദി പാങ്ക്രിയാസ് എന്നും പറയും. അപ്പൊ ഹെഡ് ലൈസ് വിത്തിൻ ദി ഡിയോഡിനൽ കർവേച്ചർ. ആ കർവേച്ചർ അല്ലെങ്കിൽ ആ വളവ് എന്ന് പറയുന്നത് ഡിയോഡിനത്തിൻ്റെയാണ്.
ഇനി വാട്ട് ഈസ് ആസ് എ ഗ്ലാൻഡ്, വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് പാങ്ക്രിയാസ് ഗ്ലാൻഡ്? ഇറ്റ് പ്രൊഡ്യൂസസ് പാങ്ക്രിയാറ്റിക് ജ്യൂസ് ഓഫ് പാങ്ക്രിയാറ്റിക് ഡൈജസ്റ്റീവ് ജ്യൂസസ്. അപ്പം ഡൈജഷൻ നടക്കാൻ വേണ്ടിയിട്ട് വളരെ അത്യാവശ്യമായിട്ടുള്ള കുറേയേറെ ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല, ഡൈജസ്റ്റീവ് ജ്യൂസസ് സെക്രീറ്റ് ചെയ്യുന്ന ഒരു അവയവമാണ് പ്രൈമറിലി പാങ്ക്രിയാസ്. ഓൾസോ ഇറ്റ് സെക്രീറ്റ്സ് ഹോർമോൺസ്. ഹോർമോൺസ് എന്ന് പറയുമ്പോൾ എൻഡോക്രൈനൽ ആക്ടിവിറ്റിയാണ്, അല്ലെങ്കിൽ ഡക്റ്റിലസ് ആയിട്ടുള്ള ആക്ടിവിറ്റി. ദി സെക്രീഷൻസ് ഗോ ഡയറക്ട്ലി ഇൻ ടു ദി ബ്ലഡ്, ബട്ട് ത്രൂ ദി ഡക്റ്റും വരുന്നുണ്ട് സംതിങ് ദാറ്റ് ഓൾസോ വി വിൽ ലേൺ. ഓക്കെ, അപ്പോ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഈ മഞ്ഞ നിറത്തിലുള്ള ഭാഗം ഞാൻ പറഞ്ഞു, വീണ്ടും പറയുകയാണ്, അതിന്റെ എംബ്രിയോളജിക്കൽ ഒറിജിൻ ഈസ് ഫ്രം എൻഡോഡേം. അത് വീണ്ടും പറയുന്നില്ല. എൻഡോഡേം, ഓൾഡ് മീസോഡേം, ന്യൂ മീസോഡേം, എക്ടോഡേം. അതിൽ ഓൾഡ് ബ്രെയിനിന്റെ ഭാഗമായിട്ടുള്ള എൻഡോഡേമിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ബ്രെയിൻ കൺട്രോൾ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ പടം നിങ്ങൾ പലപ്പോഴും കണ്ടിരിക്കണം, കണ്ടിട്ടുണ്ടാകും, കണ്ടേ തീരൂ, മനസ്സിലാക്കുകയും ചെയ്യണം. അവിടെയും ആ യെല്ലോ കളർ റെപ്രസെന്റ്സ് ദി ബ്രെയിൻ സ്റ്റെം. ഇത് ബ്രെയിനിന്റെ ക്രോസ് സെക്ഷൻ ആണ്, ഫിഗറേറ്റീവ് ആണ്, അല്ലാതെ റിയൽ അല്ല. അവിടെ ഇങ്ങനെ നിങ്ങൾക്കൊരു ലൈൻ പോലെ കാണാൻ പറ്റും. അതിൽ ആ കോൺസെൻട്രിക് സർക്കിൾ ആയിട്ടുള്ളതാണ് എക്സാക്ട്ലി പാങ്ക്രിയാസ്. ആൻഡ് ഇറ്റ് ഒക്യുപ്പൈസ് എ പൊസിഷൻ ബിറ്റ്വീൻ ദി ഡിയോഡിനം, ദി സെന്റർ കൺട്രോളിങ് ദി ഡിയോഡിനം. ഡിയോഡിനം അല്ല, അവിടെ ബ്രെയിൻ ആണ്, നമ്മൾ സെൻട്രൽ കൺട്രോളിങ് ദി ലിവർ. ഇതിന്റെ രണ്ടിന്റെയും കൂടെ മിഡിൽ ഭാഗത്ത്, അല്ലെങ്കിൽ അതിന്റെ നടുക്കായിട്ടാണ് പാങ്ക്രിയാസിനെ കൺട്രോൾ ചെയ്യുന്ന സെന്റർ ഉള്ളത്. സോ ഇറ്റ് ഈസ് ഹാപ്പനിങ്, യു ക്യാൻ സി ബിലോ, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് എന്ന് എഴുതിന്റെ, എൽ എന്ന് എഴുതിന്റെ റൈറ്റ് സൈഡിലാണ് ഉള്ളത്. സോ ഇഫ് യു ആർ ഡിവൈഡിങ്, ക്ലീവേജ്, ഡിവൈഡിങ് ദി ബ്രെയിൻ ഇൻടു, ഓർ at least the brain stem into two, it is occupying in the right hemisphere brain stem. Now what is it called? Control center located in the right brain stem. ഞാൻ പറഞ്ഞു, it occupies a position between ലിവറിലെ, നിങ്ങൾക്ക് ലിവർ താഴെ കാണാം, ആൻഡ് ഡിയോഡിനമിലെ മുകളിൽ കാണാം. അതിൻ്റെ ഇടയ്ക്കായിട്ടാണ് പാങ്ക്രിയാസിന്റെ കൺട്രോളിംഗ് സെന്റർ ഉള്ളത് എന്നാണ് പറയുന്നത്. പാർട്ട് ഓഫ് ദി അലിമെന്ററി കനാൽ ഈസ് കൺട്രോളിംഗ് ദി അലിമെന്ററി കനാൽ റിംഗ് എന്ന് നമുക്ക് അതിനെ വിളിക്കാം. നിങ്ങൾ ആ ഒരു ചെറിയ ഡോട്ടഡ് ലൈൻ കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് ഗോട്ട് എ റിംഗ്, റിങ്ങിന്റെ ഷേപ്പ് ഉണ്ട്. അപ്പോൾ അത് കുറെ ഏറെ ടിഷ്യൂസ് റൈറ്റ് ഹെമിസ്ഫിയറും കുറെ ഏറെ ടിഷ്യൂസ് ലെഫ്റ്റ് ഹെമിസ്ഫിയറും ആണ് കൺട്രോൾ ചെയ്യുന്നത്. ഇനി now we are coming to the what exactly is the biological conflict that affects the whole of the pancreas. alla, you have to bear in mind, it is the glandular aspect of the pancreas that is called indigestible morsel conflict. അത് വളരെ കോമൺ ആണ് എല്ലാ എൻഡോഡേം ഡിറൈവ്ഡ് ടിഷ്യൂസിനും, എസ്പെഷ്യലി എലിമെന്ററി ഇതായിട്ടുള്ളതിന് അങ്ങനെയാണ്. പിന്നെ യെല്ലോ കളർ brain program is in the brain stem. ഇതിന്റെ എല്ലാം കോമൺ ആയിട്ടുള്ള ബയോളജിക്കൽ കോൺഫ്ലിക്റ്റ് ഈസ് ഓൾവേസ് ഇൻഡൈജസ്റ്റബിൾ മോർസൽ കോൺഫ്ലിക്റ്റ്. ഇത് വളരെ വിശദമായിട്ട് മോർസൽ കോൺഫ്ലിക്റ്റ് എന്താണ്, ഇൻഡൈജസ്റ്റബിൾ മോർസൽ കോൺഫ്ലിക്റ്റ് എന്താണ് ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. ഇതൊക്കെ തന്നെയാണ് ഡോക്ടർ ശശിധരൻ എല്ലാ വെള്ളിയാഴ്ചകളിലും ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ ക്ലാസ്സും മുടങ്ങാതെ കൂടിയിരിക്കണം. അർത്ഥം ഇത്രയേ ഉള്ളൂ, എനിക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല. സം ബോളസ്. ഞാൻ പലപ്പോഴും എൻ്റെ പേഷ്യൻസിനോടൊക്കെ പറയും, നിങ്ങളൊരു സദ്യക്ക് പോയി കഴിഞ്ഞാൽ സദ്യയിൽ ഒരു 10-20 കറി ഉണ്ടാവും. ഓണത്തിനൊക്കെ ആവണമെങ്കിൽ ചോറുണ്ടാവും, പുളിശ്ശേരി ഉണ്ടാവും, അല്ലെങ്കിൽ സാമ്പാർ ഉണ്ടാവും, ഇതെല്ലാം കൂടെ നമ്മൾ കഴിക്കത്തില്ല. നമ്മൾ ഒരു ഉരുളയായിട്ട്, അതിനാണ് ബോളസ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പോർഷൻ ഓഫ് എ മീൽ എന്ന് പറയാം. അതാണ് റിയലി ദി മീനിങ് ഓഫ് മോർസൽ. അപ്പോൾ ഈ മോർസൽ ഹാസ് ഓൾറെഡി ബീൻ സ്വാളോഡ്. അത് ചിലപ്പോൾ ഒരു ഡീലായിരിക്കും, ചിലപ്പോൾ ഒരു പാർട്ട്ണർ ആയിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ ഒരു സണ്ണിലോ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ബിസിനസ് പാർട്ട്ണർ ആയിരിക്കാം, അല്ലെങ്കിൽ എ പർട്ടിക്കുലർ റിയാക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഐ ലോസ്റ്റ് എ ചാൻസ്, അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ആകാം. സംതിങ് ഈസ് എ പാർട്ട് ഓഫ് മീ, ഇറ്റ് ഹാസ് ബീൻ സ്വാളോഡ്. പക്ഷെ അത് ദഹിക്കുന്നില്ല. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. എനിക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല. വേണമെങ്കിൽ അങ്ങനെ ഇൻവേർട്ടർ കോമേഴ്സിൽ പറയാം, എനിക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല, എനിക്കത് വിഷയം ദഹിക്കാതെ കിടക്കുകയാണെന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് അതെനിക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല, എൻ്റെ ഒരു ഭാഗമായിട്ട് മാറ്റാനായിട്ട് എനിക്കത് സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് അർത്ഥം. അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഒരു സ്കീം, ഒരു പ്രോജക്റ്റ്, ഒരു ഡിസൈൻ എന്നൊക്കെ പറഞ്ഞാൽ എനിക്കത് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നില്ല.
ഇറ്റ് ഹാസ് ഓൾറെഡി ബീൻ സ്വാളോഡ്, എൻ്റെ ഭാഗമായി കഴിഞ്ഞു. പക്ഷെ അത് പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ നെറ്റ് റിസൾട്ട് അത് ഡൈജസ്റ്റ് ചെയ്ത് അതൊരു വേസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ കളയേണ്ടത് കളഞ്ഞ് സ്വീകരിക്കേണ്ടത് സ്വീകരിക്കുന്നത്, അതാണല്ലോ ഡൈജഷൻ അസിമിലേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ആ ഒരു പ്രശ്നത്തെ കൈകാര്യം ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. ഇറ്റ് ഈസ് റിമൈനിങ് ഇൻഡൈജസ്റ്റബിൾ എന്ന് ഉള്ളതാണ് അതിൻ്റെ കാരണം. അപ്പോൾ ഇത് പലപ്പോഴും പാങ്ക്രിയാസിനെ ബാധിക്കുന്ന ഡിസ്പ്യൂട്ട്സ് ആവാം, അല്ലെങ്കിൽ ഒരു ഫാമിലി ഡിസ്പ്യൂട്ട്സ്, അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ട്സ്, പാർട്ടീഷൻ ഇഷ്യൂസ്, ഒരു പേരൻ്റലായിട്ട് നമുക്ക് ഇൻഹെറിറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടി ബിറ്റ്വീൻ സിബ്ലിങ്സ് പ്രശ്നം ഉണ്ടാകും. അവൻ അത് ചോദിച്ചു, അവൻ അത്രമാത്രം എടുത്തു, അപ്പൻ അവന് കൂടുതൽ കൊടുത്തു, അമ്മ എന്താ എനിക്ക് വേണ്ടിയിട്ട് പറയാത്തത്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ എങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കണം, എനിക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല, എൻ്റെ അനിയനുമായിട്ടുള്ള ബന്ധം ഇതോടെ തീരും, അങ്ങനെയുള്ള അനേക വിഷയങ്ങൾ എനിക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു അവസരത്തിലാണത്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദി കേസസ് ഇത് ഫാമിലി ഡിസ്പ്യൂട്ട്സിലാണ് പാങ്ക്രിയാസ് ഇൻവോൾവ് ആകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. നമുക്കെല്ലാം അറിയുന്ന, മലയാളികൾക്ക് അറിയാവുന്ന ഒരു രാഷ്ട്രീയ നേതാവ് മരിച്ചത് ക്യാൻസർ, പാങ്ക്രിയാസ് കൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ആ ഫാമിലിയിൽ ഉണ്ടായിരുന്ന ഡിസ്പ്യൂട്ട്സിനെ കുറിച്ച് കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം. 2 മക്കളാണ് ഉണ്ടായിരുന്നത്. ഒരു മകൻ കഞ്ചാവ് കേസിൽ ജയിലിൽ കുറേ നാൾ കിടന്നു, വേറൊരു മകൻ അവിഹിത ഗർഭമുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ കേസുകളൊക്കെയാണ്. അതൊക്കെ ഫാമിലിയിൽ ഉണ്ടാക്കുന്ന ഇഷ്യൂസ് എന്തോരം ഉണ്ടാവും, ഒരു അച്ഛനെ സംബന്ധിച്ച് എന്തുണ്ടാവും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നുള്ളത്. അങ്ങനെയാണ് അയാളുടെ പേരിൽ ഒരു ക്യാൻസർ എന്ന് ഡയഗ്നോസ് ചെയ്ത് അയാൾ ഇന്ന് ഭൂമിയിൽ ഇല്ലാതെ ആയിരിക്കുന്ന അവസ്ഥ വന്നിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഫാമിലി ഇഷ്യൂസ് ആണ് പാങ്ക്രിയാസിനെ, ഫാമിലി ആർഗ്യുമെന്റ്സ് എന്ന് വേണേൽ പറയാം. സോ ഇറ്റ് വിൽ ഓൾവേസ്, ഓർ ഇറ്റ് ക്യാൻ ബി, ഓർ ഇറ്റ് ക്യാൻ ഇൻവോൾവ് എ ലോട്ട് ഓഫ് ഇൻസൾട്ട്സ്. എന്നാലും അവൻ അങ്ങനെ ചെയ്തു, അല്ലെ, അപ്പൻ എന്നോട് അങ്ങനെ ചെയ്യുന്ന ഞാൻ ഓർത്തില്ല, എനിക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല. അപ്പൻ, അല്ലെങ്കിൽ അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, ഞാൻ വിചാരിച്ചു ചേച്ചിക്ക് എന്നോട് ഇഷ്ടമാണെന്ന്. പക്ഷേ വിഷയം വന്നപ്പോഴത്തേക്കും പ്രോപ്പർട്ടി ഡിവൈഡ് ചെയ്തപ്പോഴാണ് എല്ലാവരുടെയും തനിനിറം മനസ്സിലായത്, എനിക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല. ഇങ്ങനെയുള്ള വിശ്വാസങ്ങളെല്ലാം ഞാൻ ഈ ക്ലാസ്സിൻ്റെ കൂടെ ഒരു കേസ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം എനിക്കൊരു കേസ് ഉണ്ടായി. ക്യാൻസർ ഡയഗ്നോസ് ചെയ്തു. അപ്പോൾ പാങ്ക്രിയാസിലാണെന്ന് പറഞ്ഞു. വെരി റിച്ച് മാൻ ഇൻ ഗുജറാത്താണ്. നൗ ഹി ഈസ് സെറ്റിൽഡ് ഇൻ ബാംഗ്ലൂർ. ഫാർമ ബിസിനസിന്റെ ടോപ്പിലുള്ള ഒരു വലിയ കമ്പനിയിലുള്ളതാണ്. അയാൾ റീസെന്റ് ആയിട്ട് വിശപ്പ് കാണുന്നില്ല, വയറിലൊരു വേദനയുണ്ട്, പരിശോധിച്ചപ്പോൾ ഡയഗ്നോസ് ചെയ്തു ക്യാൻസർ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദി ഫൈനാൻസ്, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദി പ്രോപ്പർട്ടി, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു പാർട്ടീഷൻ, എക്സെട്ര എക്സെട്ര. എത്രമാത്രം ഡോക്ടർ ഹാമർ എത്ര കൃത്യമായിട്ട് ഇതൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയത് എന്നെ അത്ഭുതപ്പെടുത്തിയ ദിവസമാണ്. അദ്ദേഹം പറഞ്ഞു, നൗ ഹി ഈസ് ഇൻ എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. എന്താണ് സിറ്റുവേഷൻ? പുള്ളിയുടെ മകളുടെ കല്യാണം നടന്നു, അതിനുള്ള പ്രോപ്പർട്ടി ഇല്ല. ആക്ച്വലി ഇൻഹെറിറ്റ് പ്രോപ്പർട്ടി ഉണ്ട്. പുള്ളി ഒരു ബ്രദറുമായിട്ട് നല്ല ട്യൂണിങ് ആണ്, നല്ല ബന്ധമാണ്. പക്ഷെ കാര്യത്തിലേക്ക് അടുത്തപ്പോൾ അത് വിൽക്കലേ നടക്കുന്നില്ല. വിറ്റാൽ മാത്രമേ മോളുടെ കല്യാണം നടക്കത്തുള്ളൂ. മോളുടെ കല്യാണം നടക്കാത്തതുകൊണ്ട് ഇയാൾ ഡൗൺ ആകുന്നു, ഇയാൾ മരിച്ചു പോകുന്നുള്ള പേടിയാണ്. അപ്പം ഞാനത് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞതിന് ശേഷമാണ് അയാളുടെ മുഴുവൻ സിറ്റുവേഷൻ എന്നോട് പറയുന്നത്. അപ്പോൾ എന്നെ വളരെയധികം സന്തോഷിപ്പിച്ച ഒരു പക്ഷേ, അതായത് ഡോക്ടർ ഹാമർ എത്രമാത്രം സത്യം പറഞ്ഞിട്ടുണ്ട്, അയാളുടെ നിരീക്ഷണം എന്തുമാത്രം പെർഫെക്റ്റ് ആയിരുന്നു എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് യാതൊരു സംശയമില്ല കേട്ടോ. ദിസ് ഈസ് ദി പ്രൈമറി കോൺഫ്ലിക്ട് തീം ഓഫ് എൻഡോഡെം. അതായത് എനിക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല, ഇൻഡൈജസ്റ്റബിൾ മോർസൽ കോൺഫ്ലിക്റ്റ്. ഇനി ഈ കോൺഫ്ലിക്റ്റ് വരുമ്പോൾ ഡ്യൂറിങ് ദി കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി, ദാറ്റ് മീൻസ് അണ്ടിൽ ഇറ്റ് ഈസ് റിസോൾവ്, വാട്ട് വിൽ ഹാപ്പൻ? Because it is endoderm derived tissues controlled by the brainstem. So during the conflict activity, ഇതൊക്കെ നിങ്ങൾ പഠിച്ചേ പറ്റൂ, കാണാതെ പഠിച്ചേ പറ്റൂ. There will be, so DHS വരുന്നു, ഡിർക്ക്-ഹാമർ സിൻഡ്രോം വരുന്നു, കോൺഫ്ലിക്റ്റ് കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു, കോൺഫ്ലിക്റ്റ് പ്രോഗ്രാം കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? There will be cell proliferation. ഇവിടെ പാങ്ക്രിയാറ്റിക് സെൽസ് മൾട്ടിപ്ലൈ ചെയ്യണം പ്രൊപ്പോർഷണൽ ടു ദി കോൺഫ്ലിക്റ്റ് ഇന്റൻസിറ്റി ആൻഡ് ഡ്യൂറേഷൻ. ഇതാണ് നമ്മൾ കോൺഫ്ലിക്റ്റ് മാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഇന്റൻസിറ്റി ആൻഡ് ഡ്യൂറേഷൻ ഓഫ് ദി കോൺഫ്ലിക്റ്റ്, ദി സോ കോൾഡ് പത്തോളജി, സോ കോൾഡ് സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻ വിൽ ബി മാനിഫെസ്റ്റഡ് ഓൺ ദാറ്റ് പാർട്ടിക്കിൾ. അത് പിന്നെ നമ്മൾ സ്കാൻ ചെയ്യും, എക്സ്റേ എടുക്കും, കോൺട്രാസ്റ്റ് CT എല്ലാ പരിശോധന, CT സ്കാൻ ചെയ്യും, എല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് ക്യാൻസർ ആണെന്ന് ഡയഗ്നോസ് ചെയ്യും. പിന്നെ അറിയാമല്ലോ ബാക്കി എന്താ സംഭവിക്കണം, അതൊന്നും ഞാൻ പറയുന്നില്ല. ഇന്നത്തെ ഓരോ ദിവസവും നമുക്ക് അങ്ങനെയുള്ള ഇഷ്ടംപോലെ കേസുകൾ നമുക്ക് കിട്ടുവാണ്. ക്യാൻസർ എന്നുള്ള ഡയഗ്നോസിസ് എത്രമാത്രം മീനിങ്ലെസ് ആണ്, എത്രമാത്രം ഫ്രൈറ്റ്ഫുൾ ആണ്, എത്രമാത്രം
ടെറിബിൾ ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ GNM പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അറിയത്തുള്ളൂ. നിങ്ങളുടെ ബന്ധുക്കൾ നിങ്ങൾ തന്നെ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ വരാതിരിക്കട്ടെ. അങ്ങനെ വന്നാൽ നിങ്ങൾ ഇത് പറഞ്ഞ് പറഞ്ഞാൽ മനസ്സിലാക്കാം. അതിൻ്റെ കൂടെ എപ്പോഴും ഹോമിയോപ്പതി മെഡിസിൻ ഈസ് ദർ അറ്റ് അവർ റിസ്ക്. അപ്പോ എന്താണ് സെൽ പ്രോളിഫറേഷൻ? എന്തിനു വേണ്ടിയിട്ടാണ്? ബിക്കോസ് ദ നേച്ചർ ഈസ് ട്രൈങ് ടു പ്രൊഡ്യൂസ് മോർ ഓഫ് സെക്രീഷൻ ഓഫ് ദി പാങ്ക്രിയാറ്റിക് ജ്യൂസ് സോ that particular morsel which remains indigested may be facilitated for digestion. എളുപ്പത്തിൽ ദഹിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ, ജസ്റ്റ് ലൈക്ക് ഡോക്ടർ ഹാമറിന്റെ ടെസ്റ്റിക്കുലർ ടെറട്ടോമ ഉണ്ടായതുപോലെ തന്നെ ഇവിടെ ദഹിക്കാതെ ഒരു വിഷയം കിടക്കുന്നതുകൊണ്ട് ബോഡി ഈ ലാംഗ്വേജ് അറിയത്തുള്ളൂ. ബോഡി വിൽ ട്രൈ ടു ഇൻക്രീസ് ദി quantity of production of the pancreatic juice so that this particular chunk, this particular what you call morsel may be digested. അതാണ് ബോഡി ചെയ്യുന്നത്. ബോഡി അനുകൂലമായിട്ടേ ചെയ്യത്തുള്ളൂ. സോ ഇംപ്രൂവ് ദി ഡൈജഷൻ ഓഫ് ദി മോർസൽ ആണ് ബയോളജിക്കൽ പർപ്പസ്. ഓക്കെ, അപ്പോൾ ഇത് പ്രൊലോങ് ചെയ്ത് എന്ത് സംഭവിക്കും? ബിക്കോസ് ഇറ്റ്സ് എ ഗ്ലാൻഡ് and the glands when multiplied the cell will take, or the growth will have a cauliflower shape. And that is the nature of every gland that secretes. Secrete ചെയ്യാൻ വേണ്ടി facility, because it will have a different facets, different shape. അതിനു വേണ്ടിയിട്ടാണ് ആ ഒരു കോളിഫ്ലവർ ഷേപ്പ് കൊടുക്കുന്നത്. അവിടെയാണ് നമുക്ക് ക്യാൻസർ ഡയഗ്നോസിസ് തുടങ്ങുന്നത്. അല്ലെങ്കിൽ ഒരു ഭാഗം, ഇനിയും ക്യാൻസർ പലയിടത്തും നമ്മൾ കണ്ടുമുട്ടും. അവിടെ ഇതൊരു ടൈപ്പ് ഓഫ് ക്യാൻസർ ആണ്. അതിനെയും പാങ്ക്രിയാറ്റിക് ക്യാൻസർ എന്നാണ് പറയുന്നത്. ഒരു കൺവെൻഷണൽ മെഡിസിനെ സംബന്ധിച്ചിടത്തോളം ഡിപ്പെൻഡിങ് അപ്പോൺ ദി സൈസ് ഓഫ് ദി സൈസ് എങ്ങനെയാണെന്ന് നമ്മൾ പറയും. അതിനകത്ത് നമ്മൾ ഹോമിയോപ്പതി ഡോക്ടറെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാം, ഇറ്റ് ഈസ് സസെപ്റ്റിബിലിറ്റി, ഇറ്റ് ഇസ് ദ മാസ്, ഇറ്റ് ഈസ് ദി ഇൻഡിവിജ്വാലിറ്റി വിച്ച് ഡിസൈഡ്സ് ഹൗ ദിസ് പർട്ടിക്കുലർ കോൺഫ്ലിക്ട് വിൽ ബി ടേക്കൺ അപ്പ് ബൈ ദാറ്റ് പേഷ്യന്റ്. അപ്പൊ എന്താണ്, അത് മനസ്സിലാക്കി എങ്ങനെയാണ് അത് സ്വീകരിക്കുന്നത് എന്നുള്ളത് ഫ്രം ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ ഡിഫറെന്റ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സൈസ് ഓഫ് ദി മാസ് അല്ലെ സൈസ് ഓഫ് ദി ഗ്ലാൻഡ് ഈസ് telling so many things. Intensity of the conflict ആവാം, how that particular person affected എന്നുള്ളതാവാം, how long it persisted എന്നുള്ളതാവാം, and when the resolution happened എന്നുള്ളതാ. അങ്ങനെ പല മീനിങ്ങും ആ പർട്ടിക്കുലർ ഇമേജ് അല്ലെങ്കിൽ ആ ഗ്രോത്ത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അലോപ്പതിക്കാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ കൺവെൻഷണൽ മെഡിസിൻ അല്ലെങ്കിൽ ഓങ്കോളജിസ്റ്റോ അല്ലെങ്കിൽ കൺവെൻഷണൽ മെഡിസിൻ പീപ്പിളിനെ സംബന്ധിച്ചിടത്തോളം ബിനൈൻ ആണ് അല്ലെങ്കിൽ മാലിഗ്നന്റ് ആണെന്നുള്ള ഒരൊറ്റ ക്ലാസിഫിക്കേഷനുള്ളൂ. ദേ ഹാവ് സെറ്റപ്പ് എ പർട്ടിക്കുലർ റേഞ്ച്. ആ റേഞ്ചിന് ബിയോണ്ട് ആയി കഴിഞ്ഞാൽ, ആ മില്ലിമീറ്റർ തിക്നെസ്സോ അല്ലെങ്കിൽ സെന്റിമീറ്റർ നീളം കൂടി കഴിഞ്ഞാൽ അത് ക്യാൻസർ ആണ്, അല്ലെങ്കിൽ കൊറിയിട്ട് കഴിയും. ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമില്ല, എല്ലാം ക്യാൻസർ ആണ്. വളരെ സങ്കടം തോന്നുന്ന ഓരോ ദിവസവും നമുക്ക് ഉണ്ടായിക്കാണ്. ബ്രസ്റ്റിൽ പണ്ടൊക്കെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പഠിച്ചിറങ്ങുന്ന സമയത്ത് ഫൈബ്രോയിഡ് ബ്രസ്റ്റ് എന്ന് പറഞ്ഞാൽ കോമൺ ആയിരുന്നു. ഇന്ന് അതൊന്നും ഇല്ല, എല്ലാം ഫൈബ്രോ കാർസിനോമയാണ്. അതുകൊണ്ട് അത് തുടങ്ങിയ ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ ക്യാൻസർ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് അവിടെ ലംബക്ടമി ഇല്ല, അതൊക്കെ തീർന്നു. മാമോഗ്രാം കഴിഞ്ഞാൽ CT സ്കാൻ ഇതെല്ലാം ചെയ്തതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി ഗോ ഫോർ സർജറി. ആൻഡ് സർജറി ഞാൻ അത് വേറൊരു ടോപ്പിക് ആയതുകൊണ്ട് അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. സർജറിയാണ് എല്ലാത്തിനും സർജറി. കീമോതെറാപ്പി ഫോളോസ്. അങ്ങനെ ആളുടെ ഹോപ്പ് തീർന്നു, നിരാശയായി, അപ്പിറ്റേറ്റ് തീർന്നു. ഹി ഈസ് പ്രിപ്പയറിംഗ് ഫോർ ഹിസ് ഡെത്ത്. ഫാമിലി ഈസ് ഓൾസോ പ്രിപ്പയർഡ് ഫോർ സെൻഡിങ് ഹിം അവേ. അത് അങ്ങനെ ഇതൊരു ട്രാജിക് സിറ്റുവേഷൻ ആണ് നമ്മൾ ഇന്ന് ഫേസ് ചെയ്യുന്നത്. അപ്പൊ ബിനൈൻ മാലിഗ്നന്റ് എന്ന് പറയുന്നത് ഓൺലി ബിക്കോസ് ഓഫ് ദി സൈസ് ഓഫ് ദി ഗ്രോത്ത്. അതാണ് വളരെ സങ്കടകരമായ ഒരു സത്യം. അത് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ലേബലാണ്, ഒരു മെഡിക്കൽ ലേബലാണ്. അതിൻ്റെ അത് യാതൊരു ബയോളജിക്കൽ മീനിങ്ങുമില്ല. മീനിങ് എന്താണ്? ആ സൈസ് കണ്ടാൽ നമുക്ക് പറയാൻ പറ്റും ഹൗ ദാറ്റ് ഇൻഡിവിജ്വൽ ഈസ് അഫക്റ്റഡ് ബൈ ദാറ്റ് പർട്ടിക്കുലർ, ഓർ ഹൗ മച്ച് ഈസ് ദി ഇന്റൻസിറ്റി. ആൻഡ് ദി ഇന്റൻസിറ്റി ഈസ് അഗൈൻ ഡിസൈഡഡ് ബൈ ദാറ്റ് ഇൻഡിവിജ്വൽ. അയാളുടെ സസെപ്റ്റിബിലിറ്റി, അയാളുടെ ബാക്ക്ഗ്രൗണ്ട്, അയാളുടെ പ്രിൻസിപ്പിൾസ്, അയാളുടെ ഒത്തിരി കാര്യങ്ങളുണ്ട് സബ്ജക്റ്റീവായിട്ട് ഡിസൈഡ് ചെയ്യുന്നത് ഹൗ ദാറ്റ് കോൺഫ്ലിക്റ്റ് ഈസ് ഗോയിങ് ടു അഫക്റ്റ്. Now, after, if at all there was a resolution, post-resolution, PCL, post-conflictualizis, that is called healing phase or repairing phase എന്ന് നമുക്ക് പറയാം. ആ ഫേസിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ആഫ്റ്റർ CL, ആഫ്റ്റർ conflictualizis, ആഫ്റ്റർ ദ റെസൊല്യൂഷൻ എന്താണ് സംഭവിക്കുന്നത്? ഓൾറെഡി there was a tumor like thing that has to be removed. So in order to remove that growth, we already know that what are the organisms used for? That is fungus and the mycobacteria, tuberculosis,
സിസ് അല്ലെങ്കിൽ ട്യൂബർക്കുലർ ബാക്ടീരിയ ഉൾപ്പെടുന്ന മൈക്രോ ബാക്ടീരിയയും ഫംഗസുമാണ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഈ പറയുന്ന ക്യാൻസർ ഉണ്ടാക്കുന്ന സിംറ്റംസ് എന്തൊക്കെയാണ്? ഡെഫിനറ്റ്ലി ദർ വിൽ ബി പെയിൻ, ദർ വിൽ ബി ഇൻഡൈജഷൻ ആൻഡ് ദർ വിൽ ബി നൈറ്റ് സ്വെറ്റ്സ്. നൈറ്റ് സ്വെറ്റ്സ് നിങ്ങൾ പല പ്രാവശ്യം ഇനിയും കേൾക്കും. ഇപ്പൊ നൈറ്റ് സ്വെറ്റ്സ് എവിടെയൊക്കെ ഉണ്ടോ അവിടെ ട്യൂബർക്കുലർ ബാസിലസ് നമ്മുടെ ബോഡിയിൽ ഹീലിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് തെളിവാണ്. ദർ വിൽ ബി നൈറ്റ് സ്വെറ്റ്സ്. ഇനി ഡിസ്ചാർജ് ഉള്ള ഒരു ഏരിയ ആണ്, ദർ വിൽ ബി ആൽബുമിൻ ലൈക്ക് തിങ്സ് വേസ്റ്റ് ഉണ്ടാവും. അപ്പം നമ്മൾ ആഡഡ് ആയിട്ടുള്ള പ്രോട്ടീൻ നമ്മുടെ ബോഡിയിലേക്ക് സപ്ലിമെന്റ് ചെയ്തിരിക്കണം എന്നൊക്കെയുണ്ട്. ഓഫ് കോഴ്സ് ദർ വിൽ ബി സ്വെല്ലിംഗ്, ബിക്കോസ് മോസ്റ്റ് ഓഫ് ദി കേസസ് ഈ സ്വെല്ലിംഗ് ബിക്കോസ് വാട്ടർ റിട്ടൻഷൻ ആണ്, അത് കിഡ്നി മീഡിയേറ്റഡ് ആണ്, അതിന് നമ്മൾ സിൻഡ്രോം എന്ന് പറയും. അപ്പോൾ എവറിവെയർ ദീസ് ഹീലിംഗ് ഈസ് ടേക്കിംഗ് പ്ലേസ് ദർ വിൽ ബി സ്വെല്ലിംഗ്. അപ്പോൾ ഈ ഇൻഫ്ലമേഷനെ വീണ്ടും പാങ്ക്രിയാറ്റൈറ്റിസ് എന്ന് പറയും. അത് പാങ്ക്രിയാറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ എന്നുള്ളൂ, ദാറ്റ് ഈസ് ഹാപ്പനിങ് ഡ്യൂറിങ് ദി ഹീലിംഗ് സിൻഡ്രോം. ഞാൻ സിൻഡ്രോമിനെ കുറിച്ച് കുറച്ച് വിശദീകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, സിൻഡ്രോം നിങ്ങൾ വായിച്ചു പഠിക്കണം. ദാറ്റ് ഈസ് മീഡിയേറ്റഡ് ബൈ ദി കിഡ്നി. ഞാൻ പറഞ്ഞു ഇറ്റ് ഈസ് ദി വാട്ടർ റിട്ടൻഷൻ ഓർ ഫ്ലൂയിഡ് റിട്ടൻഷൻ ഇൻ ദി സൈറ്റ് ഓഫ് ഹീലിംഗ്. Dr. Hammer is the only person who said that swelling is welcomeable, or we can welcome that swelling. Why? Because cure takes place only in the fluid medium. ഇത് ഡോക്ടർ ഹാമർ മാത്രം പറഞ്ഞ കാര്യമാണ്. അപ്പൊ സ്വെല്ലിംഗ് എവിടെയുണ്ടോ പേടിക്കണ്ട, ബോഡി ഈസ് റിപ്പയറിംഗ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദാറ്റ് സിംപ്ലി മീൻസ് ദർ ഈസ് ഫ്ലൂയിഡ് റിട്ടൻഷൻ ഓർ വാട്ടർ റിട്ടൻഷൻ. സംടൈംസ് ഇറ്റ് ക്യാൻ ഗോ വെരി ഹ്യൂജ് ബിക്കോസ് ഇതിന്റെ കോൺഫ്ലിക്റ്റ് വരുന്നത്, കിഡ്നിയുടെ കോൺഫ്ലിക്റ്റ് വരുന്നത് റിജക്ഷൻ, ഐസൊലേഷൻ, ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ, എക്സിസ്റ്റൻസ് കോൺഫ്ലിക്റ്റ്, റിഫ്യൂജി കോൺഫ്ലിക്റ്റ്, ഹോസ്പിറ്റലൈസേഷൻ കോൺഫ്ലിക്റ്റ്, ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ടു, അത് ചിലപ്പോൾ ഫാമിലിയിൽ നിന്നാകാം, കമ്മ്യൂണിറ്റിയിൽ നിന്നാവാം, സൊസൈറ്റിയിൽ നിന്നാവാം, ഗ്രൂപ്പിൽ നിന്നാവാം. ഇത് ഗ്രൂപ്പ് ഇൻ വിച്ച് ഹി വാസ് വെരി ആക്റ്റീവ്ലി ടേക്കിംഗ് എ റോൾ, അതിൻ്റെ അതൊന്ന് ഒറ്റപ്പെടുത്തിയതാവാം. ഇങ്ങനെ ഒരവസ്ഥയും കൂടെ ഒരു രോഗി ഒന്ന് ഹോസ്പിറ്റലൈസ് ചെയ്തു, അല്ലെങ്കിൽ വീട്ടിലെ ഒരു ബെഡിൽ കിടക്കുകയാണ്. അങ്ങനെ ഒരു അവസരത്തിൽ ദി ലംപ് ക്യാൻ ബി സോ ഹ്യൂജ് ബിക്കോസ് ദർ ഇസ് സോ മച്ച് ഓഫ് വാട്ടർ അക്യുമുലേഷൻ. ഈ ഹീലിംഗ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നു, അതായത് ഇറ്റ് ഈസ് നോട്ട് എൻഡിങ്. ചിലപ്പോൾ അങ്ങനെ വരാം. ആ സമയത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇത് കിഡ്നിയിൽ ഇനിയും പഠിക്കും, ലങ്സിൽ പഠിച്ചു, ലിവറിൽ പഠിച്ചു. ഇറ്റ് ക്യാൻ ഫോം കവേൺസ്. കവേൺസ് എന്ന് പറഞ്ഞാൽ ഒരു ദ്വാരം എന്ന് വേണമെങ്കിൽ പറയാം, ഒരു പൊത്ത് എന്നൊക്കെ മലയാളത്തിൽ വേണമെങ്കിൽ പറയാം. ഇറ്റ്സ് എ ബിഗ് കാവിറ്റി. സിസ്റ്റിക് ആവണമെന്ന് ചിലപ്പോൾ ഇറ്റ് മേ ബി എൻ എംപ്റ്റി ഫേസ്, ഫ്ലൂയിഡ് ഉണ്ടായിരിക്കും. ആ കവേൺസ് ഫോം ചെയ്യുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ when the healing takes place or takes a long time to complete or it is not getting completed, അതിനെ നമ്മൾ ഹാങ്ങിങ് ഹീലിംഗ് എന്ന് പറയും. ഇപ്പൊ ഹാങ്ങിങ് ഹീലിംഗിൽ അവിടെ എപ്പോഴും ഒരു കവേൺ ഫോർമേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴെന്ത് സംഭവിക്കും? പലപ്പോഴും ദി സെല്ലുലാർ പ്രൊഡക്ഷൻ ഓർ ദി ഗ്ലാൻഡുലാർ പ്രൊഡക്ഷൻ ഓഫ് ദി എൻസൈംസ് ഓർ ദി സോ കോൾഡ് juice will be arrested. Thereafter, what will happen? Because of the reduction of the cellular, the enzymes, there will be a dry nature. So what will happen? There will not happen any more reproduction of the juices. What will happen as a result? The digestion will not properly take place. Then what will happen? There will be a lot of flatulence, gas, accumulation of gas going up and down, etc. And such things can be. Sometimes it can cause diarrhea also because the digestion is not taking place. അപ്പോൾ ഡയറിയ ഉണ്ടാകാം, ഫ്ലാറ്റുലൻസ്, ഗ്യാസ് ഉണ്ടാകും. ചില കേസുകളിൽ വളരെ അധികം സ്കേഴ്സിറ്റി ഓഫ് എൻസൈംസ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. വി ക്യാൻ ഈവൻ തിങ്ക് ഓഫ് എമർജൻസി കേസിൽ സപ്ലിമെന്റ്സ് പോലും ഡോക്ടർ ഹാമർ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. സപ്പോസ് in a case of patient who has been always under antibiotics, ആന്റി ട്യൂബർക്കുലർ ട്രീറ്റ്മെന്റ് എടുത്തു പോയിട്ടുണ്ട്, ആന്റിബയോട്ടിക് എടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള കേസുകളിൽ ഹീലിംഗ് പ്രോപ്പർ ആയിട്ടൊരു ഒപ്റ്റിമം ലെവലിൽ നടക്കത്തില്ല. അങ്ങനെയുള്ള കേസുകളിൽ ഈ പറയുന്ന പ്രോപ്പർ ഹീലിംഗ് അതിന്റെ പെർഫെക്റ്റ് വേയിൽ നടക്കത്തില്ല. അപ്പോൾ ആന്റിബയോട്ടിക്സ് കഴിച്ചു കഴിഞ്ഞാലുള്ള കുഴപ്പമാണ്. അതുകൊണ്ട് ആന്റിബയോട്ടിക്സ് ഉപയോഗിക്കുന്ന ഒരു പേഷ്യന്റിൽ ഈവൻ ഹീലിംഗ് വിൽ ഓൾസോ ബി ഡിഫിക്കൽട്ട്. അപ്പോൾ ഈ സെൽസ് മൾട്ടിപ്ലൈ ചെയ്തത് അത് എന്താ പറയുക, ഡിസ്ട്രോയിഡ് ആവാതെ അല്ലെങ്കിൽ അതിനെ ബാധിക്കാതെ ചിലപ്പോൾ അത് നിലനിന്നേക്കാം, നീണ്ടുപോയേക്കാം. ഓക്കെ, അപ്പോൾ ഇത് ട്യൂമർ ആയിട്ട് നമുക്ക് ചിലപ്പം എക്സ്റേയിൽ നമുക്ക് കാണാം. ബിക്കോസ് ദാറ്റ് ഹാസ് നോട്ട് ടേക്കൺ പ്ലേസ്, ദി ഹീലിംഗ് ഹാസ് നോട്ട് ടേക്കൺ പ്ലേസ്. അതുകൊണ്ട് ഇതിന്റെ സ്പ്ലിറ്റ് അപ്പ് ഓഫ് ദി ട്യൂമർ ഹാസ് നോട്ട് ടേക്കൺ പ്ലേസ്. അതുകൊണ്ട് വാട്ട് എവർ ഈസ് ഗ്രോൺ ഇറ്റ് വിൽ റിമെയിൻ ദർ. ഇതൊക്കെ നമുക്ക് സാധ്യതയായിട്ട് നമ്മൾ കാണും. അപ്പോൾ നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് പോവുകയാണ്. ദാറ്റ് ഈസ് കോൾഡ് പാൻക്രിയാറ്റിക് ഡക്ട്സ്.
നിങ്ങൾ ആ പടത്തിൽ വളരെ കൃത്യമായിട്ട് കാണാം. നടുക്കൂടെയുള്ള വലിയ ഒരു റെഡ് കളറിലുള്ള സാധനം ട്യൂബാണ്. അതിന്റെ ജോലി ടു കളക്ട് ദി സെക്രീഷൻസ് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസ്ഡ് എൻസൈംസ് അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ജ്യൂസ് അത് കളക്ട് ചെയ്ത് ഡിയോഡിനത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ആ ഡക്റ്റിന്റെ ജോലി. അതിന്റെ കളർ കൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം എവിടെ നിന്നാണ് അത് ഡെവലപ്പ് ചെയ്തതെന്ന്. അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് അതിന്റെ ഫങ്ഷൻ എന്താണ് ഞാൻ പറഞ്ഞ റെഡ് കളർ ആയതുകൊണ്ട് തന്നെ ദാറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി എക്ടോഡെം. അതുകൊണ്ടാണ് അതിന് റെഡ് കളർ ഉള്ളത്. അതിന്റെ ജോലി ഞാൻ പറഞ്ഞു, പാങ്ക്രിയാറ്റിക് ജ്യൂസ് ഫ്രം ദി ഗ്ലാൻസ് കളക്ട് ചെയ്ത് അതെല്ലാം കൂടെ ഡിയോഡിനത്തിൽ കൊണ്ടുവന്ന് ഡിപ്പോസിറ്റ് ചെയ്യുവാണ്. ബിക്കോസ് അതാണ് നമ്മുടെ ഡൈജഷന് പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ഡൈജസ്റ്റീവ് എൻസൈംസ്. അപ്പോൾ ഇത് റെഡ് കളർ ആയതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക, ഇറ്റ് ഹാസ് ഗോട്ട് എ കവറിങ്, ഇന്റേണൽ കവറിങ് composed of the squamous epithelium. Epithelium means everywhere there is covering. Even ഇവിടെ epithelium ഉണ്ട്, ഇൻവജൈനേറ്റഡ് ആയിട്ടുള്ള വായിൽ എപ്പിത്തീലിയം ഉണ്ട്, ഏനസിൽ എപ്പിത്തീലിയം ഉണ്ട്. എപ്പിത്തീലിയം ഇവിടെ സ്ക്വാമസ് എപ്പിത്തീലിയം ആണെന്നാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് അത് ഒറിജിനേറ്റിംഗ് ഫ്രം ദി എക്ടോഡേം ആണ്. അത് കൺട്രോൾഡ് ഫ്രം ദി സെറിബ്രൽ കോർട്ടെക്സ് ആണ്. ഇപ്പൊ സെറിബ്രൽ കോർട്ടെക്സിൽ എവിടെയാണ് കൺട്രോൾ ചെയ്യുന്നത്? ഈ പടവും നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കണമെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ ഇഫക്റ്റീവായിട്ട് കാണാൻ പറ്റൂ. സോ ലുക്ക് ദി റൈറ്റ് സൈഡിന്റെ ബിലോ ദി മിഡിൽ പാർട്ട്, ദർ യു ആർ സീയിങ് ദി കൺട്രോളിംഗ് സെന്റർ ഓഫ് ദി പാങ്ക്രിയാറ്റിക് ഡക്ട്സ്. അതാണ് നമ്പർ 1 വരുന്നത്. പക്ഷെ അതിന്റെ തൊട്ട് താഴെ അതേ കേന്ദ്രം തന്നെ സ്റ്റൊമക്കിന്റെ സ്മോൾ കർവേച്ചറും ബൈൽ ഡക്ട്സും അത് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഗോൾ ബ്ലാഡർ, ഇത് 3ഉം റെഡ് കളറിലാണ്. ഇതിനെ 3ഉം കൺട്രോൾ ചെയ്യുന്ന ബ്രെയിൻ സെന്റർ ആണ് നമ്മൾ ആ കോൺസെൻട്രിക് സർക്കിളിലായിട്ട് കാണിക്കുന്നത്. അപ്പോൾ എന്താണ്, ഇതൊരു ഷെയർഡ് സെന്റർ ആണ്. ഒരു കേന്ദ്രത്തിൽ പല 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 അവയവങ്ങളുടെ കേന്ദ്രങ്ങൾ, അവർക്കെല്ലാം കോമൺ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഉണ്ട്. അവരെല്ലാം എക്ടോഡെൻ ഡിറൈവ്ഡ് ആണ്. അവരെല്ലാവരും ഡ്യൂറിങ്, ഇനി നമ്മൾ അതിന്റെ ഫംഗ്ഷനിലേക്ക് പോകും, ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി വാട്ട് വിൽ ഹാപ്പൻ, ഡ്യൂറിങ് ദി ഹീലിംഗ് ഫേസ് വാട്ട് വിൽ ഹാപ്പൻ എന്ന് മനസ്സിലാവും. സോ ഇതിന്റെ എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ എല്ലാം കോമൺ കോൺഫ്ലിക്റ്റ് ആണ്, അല്ലെങ്കിൽ അതിന്റെ DHS ഈസ് ഓൾമോസ്റ്റ് സെയിം. അപ്പോൾ അത് പാങ്ക്രിയാറ്റിക് ഡക്ട്സിനെ ബാധിക്കണോ, ബൈൽ ഡക്ട്സിനെ ബാധിക്കണോ, ഗോൾ ബ്ലാഡറിനെ ബാധിക്കണോ, സ്റ്റൊമക് സ്മോൾ കർവേച്ചറിനെ ബാധിക്കണോ, ഇറ്റ്സ് എ റാൻഡം അഫെയർ. മനസ്സിലായോ? ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ബൈൽ ഡക്ട് ഗോൾ ബ്ലാഡർ പറഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് എ ടെറിട്ടോറിയൽ ആംഗിൾ. സ്റ്റൊമക് സ്മോൾ കർവേച്ചർ പറഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് എ ടെറിട്ടോറിയൽ ആംഗിൾ. ഇവിടെയും വീണ്ടും നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെറിട്ടോറിയൽ ആംഗിൾ തന്നെയാണ്, പക്ഷെ സ്ലൈറ്റ് ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ പാങ്ക്രിയാറ്റിക് ഡക്ട്സും ബൈൽ ഡക്ട്സും ഗോൾ ബ്ലാഡറും സ്റ്റൊമക് സ്മോൾ കർവേച്ചറും പൈലോറസും ഡിയോഡിനൽ ബൾബും എല്ലാം ഒരേ ബ്രെയിൻ സെൻട്രലിലാണ് കൺട്രോൾ ചെയ്യുന്നത്. നിങ്ങൾ പഠിച്ചേ തീരും. ഏത് അവയവത്തെ ബാധിക്കണം, ഒരു പ്രത്യേക കോൺഫ്ലിക്റ്റ് എന്ന് വെച്ചാൽ റാൻഡം ഡിസിഷൻ ഓഫ് ദി ബോഡി എന്ന് വേണേൽ പറയാം. ബട്ട് ടു ബി സ്പെസിഫിക്, ടു ബി വെരി ആക്യുറേറ്റ്, ഡിപ്പെൻഡിങ് അപ്പോൺ, നമ്മളിപ്പോൾ ഇന്ന് പറഞ്ഞു പാങ്ക്രിയാറ്റിക് ഡക്ട്സ് ഈസ് ഓൾ അബൌട്ട് ദി ഫാമിലി ഇഷ്യൂസ്. ടെറിട്ടറി ആണ്, പക്ഷെ അതിൽ ഫാമിലി മോർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നു. സിവിയർ കോൺഫ്ലിക്റ്റ്, ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് വരികയാണ്, ഈ ഭാഗങ്ങളെല്ലാം അഫക്റ്റഡ് ആയേക്കാം. എന്ന് പറഞ്ഞാൽ ബ്രെയിനിൽ ദർ മേ ബി എ പർട്ടിക്കുലർ സെന്റർ ഹാപ്പനിങ് ഇൻ ദി ദാറ്റ് പർട്ടിക്കുലർ, നമ്മൾ കോൺസെൻട്രിക് ആയിട്ട് കാണിച്ചിരിക്കുന്ന ആ ഭാഗത്തിന്, ദാറ്റ് കംസ് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ടു ദി കൺട്രോളിംഗ് സെന്റർ ഓഫ് ദി റെക്ടം സർഫസ് മ്യൂക്കോസ. യു ക്യാൻ സീ ദാറ്റ്. അത് നിങ്ങൾ കണ്ടേ മതിയാവും. ഇനി ഈ പിക്ചർ നിങ്ങൾ പരിചയമായില്ലെങ്കിൽ നിങ്ങൾ ഓർക്കുക, അത് എക്ടോഡേം ആണ്, പക്ഷെ ടെമ്പറൽ ലോബിലാണ് അതിന്റെ കൺട്രോളിംഗ് സെന്റർ വരുന്നത്. ഇനി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു GHK അണ്ടർസ്റ്റാൻഡിങ് എന്താ വെച്ചാൽ, ഇൻ ദ കേസ് ഓഫ് മെയിൽ ആൻഡ് ഇൻ ദി കേസ് ഓഫ് ഫീമെയിൽ ദി കോൺഫ്ലിക്ട്സ് അഫെക്ഷൻ വിൽ ബി ഡിഫറെന്റ്. അത് കുറെ സമയം എടുത്താലും നിങ്ങൾക്ക് മനസ്സിലാത്തതുകൊണ്ട് ഞാൻ അത് വളരെ വിശദമായിട്ട് സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. Only thing is the conflicts are for a male is different from the conflict for a female, where the pancreatic ducts are affected. So to be short, depending on the affection of a particular conflict on pancreas mediated through the pancreas, the controlling center of the pancreas. So അതെല്ലാ അവയവങ്ങളോടും ഒരേ സമയത്ത് തന്നെ ബാധിക്കുക. അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ പറയും അയ്യോ വയറ് തുറന്നു നോക്കുമ്പോഴത്തേക്ക് മുഴുവനും ക്യാൻസർ പിടിച്ചിരിക്കുകയാണ്. അർത്ഥം എന്താണ്? ബൈൽ ഡക്റ്റ് പോയി, ഗോൾ ബ്ലാഡർ പോയി, പാങ്ക്രിയാറ്റിക് ഡക്റ്റ് പോയി, സ്റ്റൊമക്കിന്റെ സ്മോൾ കർവേച്ചർ എല്ലാം അലുത്തലുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് വാസ് എ ബിഗ് കോൺഫ്ലിക്റ്റ് അഫക്റ്റിംഗ് ഓൾ ദീസ് areas simultaneously. Now coming to the exact
conflict. So what is the biological conflict that affects the pancreatic ducts? That is, I told you, that is different in male and female. In the case of male, again, it is territorial anger conflict. In the case of female, if the lady is a female, the conflict is called identity conflict. ഞാൻ എന്താണ് ടെറിട്ടോറിയൽ ആങ്കർ എന്ന് വിശദീകരിക്കുന്നില്ല, എന്താണ് ഐഡന്റിറ്റി കോൺഫ്ലിക്ട് എന്ന് വിശദീകരിക്കുന്നില്ല. യു ലേൺ ഇറ്റ് ഫ്രം ദി വെബ്സൈറ്റ്, അതർവൈസ് ഇറ്റ് വിൽ ടേക്ക് ടു മച്ച് ടൈം. ഞാൻ പറഞ്ഞു ടെറിട്ടോറിയൽ ആങ്കർ ആണ്. വാട്ട് ഈസ് ദ ടെറിട്ടോറിയൽ ആങ്കർ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് അബൌട്ട് വൺസ് ഡൊമെയിൻ. എൻ്റെ ടെറിട്ടറിയെ ബാധിക്കുന്നത്, എൻ്റെ ഫാമിലി എൻ്റെ ടെറിട്ടറിയാണ്, എൻ്റെ കുടുംബം, അതെ, എൻ്റെ പ്രോപ്പർട്ടി, എൻ്റെ ബിൽഡിംഗ്, എൻ്റെ ക്ലിനിക്, എൻ്റെ ജോബ്, എൻ്റെ ഓഫീസ്, in a limited way. Suppose I am a chief minister of a state, എൻ്റെ കൺട്രി. അങ്ങനെ ആർക്കെങ്കിലും സിൻസിയറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ സ്റ്റേറ്റ്, എൻ്റെ കൺട്രി എന്നൊക്കെ പറയുന്ന ഒരു വൈഡർ ലെവലിലും ആ ഒരു ഡൊമൈൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ അതനുസരിച്ചായിരിക്കും കോൺഫ്ലിക്റ്റ് അഫക്റ്റഡ് ആകുന്നത്. സോ ദാറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ വൺസ് ഡൊമൈൻ, ഹൗ വി സീ ദീസ് ഡൊമൈൻ. ഇറ്റ് മേ ബി മൈ സ്കൂൾ, ഇറ്റ് മേ ബി മൈ ഓഫീസ്, ഇറ്റ് മേ ബി മൈ വർക്ക് പ്ലേസ്, മൈ വർക്ക് സൈറ്റ്, it may be the hospital, it may be a clinic where I am working. Okay, ഇനി ഇവിടെയും I told you property disputes, property territory, property related territory anger, അല്ലെങ്കിൽ ഒരു എൻ്റെ നെയ്ബർ സ്ഥിരം പ്രശ്നം ഉണ്ടാക്കുന്നു, ഭയങ്കര ഹ്യൂജ് ആയിട്ട് ലൗഡ് സ്പീക്കറിൽ മ്യൂസിക് വെക്കുന്നു, ദാറ്റ് ഈസ് കോസിങ് മീ ആങ്കർ. അല്ലെങ്കിൽ അവിടെ ഒരു ഭയങ്കര സെലിബ്രേഷൻ നടക്കുന്നു, ഓൾവേസ് മേക്കിംഗ് പ്രോബ്ലംസ്. Some authority clashes happening in the office. ഇതെല്ലാം ഈ പാങ്ക്രിയാറ്റിക് ഡിസീസസ് എന്ന് നമ്മൾ വിളിക്കുന്ന ഡിസോർഡേഴ്സ് ഉണ്ടാക്കാം. അപ്പോൾ ടിപ്പിക്കൽ ആയിട്ടുള്ള എക്ടോഡെർമൽ കോൺഫ്ലിക്റ്റ് ഓൾവേസ് ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. വൺ ഈസ് ടെറിട്ടോറിയൽ, നമ്പർ 2 ഈസ് സെക്ഷുവൽ, നമ്പർ 3 ഈസ് സെപ്പറേഷൻ. അത് നമ്മൾ പല സമയത്ത് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. Now, during the conflict activity, what will happen in the ducts, pancreatic ducts? So, and sensitivity program ne kurichu paranjal, pattern ne kurichu paranjal, it is just opposite to the skin sensitivity program, because skin area during conflict activity there will be a numbness, there will be less sensitivity. During the healing there is itching, pain, eczema, eruptions, pus, pain, etc. That is sensitivity is worse during the healing phase. Just opposite ആണ് ഇവിടെ നടക്കുന്നത്. പാങ്ക്രിയാസിന്റെ ഡക്റ്റിൽ സംഭവിക്കുന്നത് during the conflict activity there will be increased suffering, അല്ലെങ്കിൽ sensitivity will be worse. അതുകൊണ്ട് നമ്മൾ പറയാം ഗള്ളറ്റ് മ്യൂക്കോസ സെൻസിറ്റിവിറ്റി പാറ്റേൺ ആണെന്നാണ് പറയാം. ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ദി സ്കിൻ സെൻസിറ്റിവിറ്റി പാറ്റേൺ. That means what? During the conflict activity, there will be ulceration, which is very much painful, and suffering will be lot. Why this exfoliation or cellular depletion, cellular destruction happens in order to widen the ducts? എന്തിനാണ് duct widen ചെയ്യുന്നത്? In order to increase the juice or increase the flow of the pancreatic juice, and that is to facilitate the metabolic activity. Thereby, the particular thing may be facilitated for the solution of these conflicts. Okay, what are the common symptoms that will be varying from mild to severe? ഇപ്പോൾ പറഞ്ഞതൊക്കെ അതിൽ വരാം. മൈൽഡ്, സിവിയർ, മൈൽഡ് ആവാം, മോഡറേറ്റ് ആവാം, സിവിയർ പെയിൻ ആൻഡ് അതർ സഫറിങ്സ് ആണ്. ഇനി വാട്ട് ഹാപ്പൻസ് ഡ്യൂറിങ് ദി ഹീലിംഗ് ഫേസ്? ഇത് പിന്നെയും അറിയാമല്ലോ. മോസ്റ്റ് ഓഫ് ദി സിംറ്റംസ് ആർ ഹാപ്പനിങ് ഡ്യൂറിങ് ദി ഹീലിംഗ് ഫേസസ്. അപ്പം നാച്ചുറലി ദർ വിൽ ബി ടിഷ്യൂ റിപ്ലെനിഷ്മെന്റ്, followed by or associated with swelling, inflammation, edema or swelling, and that also is diagnosed as a pancreatic cancer. But any abnormal growth, abnormal according to their version, it's all normal according to our version, and that is not there during the normal. There is an accumulation of cells, and that is cancer for them. What are the symptoms, possible symptoms? There will be indigestion, because there is a lot of pain, no proper things happening, always inflammation is there, and there will be fatty stools possible, and there will be pressure pain. If you are touching, examining, pressing the abdomen, there will be pain, and there may be elevated amylase, because
the enzyme may be increased because the facilitated opening or the aperture of the duct is increased in size, therefore more of the amylase may be secreted. So sometimes during the healing phase, sometimes there may be a occlusion also, that is maybe a surgical, if it is very serious, it's a surgical condition also, if possible. Now, during epileptocrasis, as all of you know, epileptocrasis happens during the healing phase. Just it will simulate the symptoms of the conflict active phase. That means during the epileptocrasis, the same symptoms may be replicated or it may be repeated. And what are they? There may be colic, there may be sharp pain, and there may be a sort of dizziness happening, and there may be a fainting sensation or fainting experiences, and naturally there will be hypoglycemia. That is due to the cause is different, the severe pain, etc. causes hypoglycemia. We'll discuss it later. Now, I'm going fast. Our time is very fast going. So PCLB, that means after the epileptocrasis, that is called PCLB, and then the ducts will reopen and there will be normalization of the functions of the duct. Now we are coming to the most important topic of the day, that is the pancreas islet cells. All doctors know the beta cells and alpha cells, and they know the diabetes production, etc. But that is according to the conventional medicine. Here what we are going to learn is entirely different from what we were learning in the college level, and therefore I request you to spend more concentration or exert more attention here for understanding the explanation of diabetes according to the GHK understanding. So now coming to these glands, as I told you, there are small dots visible in the yellow background. So that yellow is the bulk of the gland. The red spots are the glands scattered. And these glands, islet cells we call, and these islet cells are of two types, and they are called beta cells and alpha cells, or alpha cells and beta cells. Let alpha comes first. So they are called islets of Langerhans embedded in the pancreas glands. So we call alpha cells. And what is the function of alpha cells? Alpha cells facilitate the production of glucagon. Glucagon will always increase the blood sugar. I don't have time to explain because the remaining time is hardly 10 minutes. So I will I will go very fast and I will take the maximum time available, and that is also very short. Now, coming to the beta cells, we cannot, by seeing, we cannot identify which cell is alpha, beta, etc. And therefore, beta cells are there. Its function is to produce insulin. And by producing insulin, what happens is the increased blood sugar will be lowered, or the function is to decrease the blood sugar. And now most important, which we perhaps in the college have not properly studied, that is the existence of a particular tissue or organ called diencephalon. Diencephalon is basically a tissue derived from the ectoderm, but its function is very, wonderful. As we go forward, we'll understand. The alpha cells acts on the left side of the diencephalon. Beta cells acts on the right side of the diencephalon. Now we'll go and understand the alpha cells in a more detailed manner, and therefore we can call all these alpha cells program as hypoglycemia program. Hypo, that means it is duty is to increase, I told you, but in effect what will happen wherever we are finding hypoglycemia, the lack of blood sugar, and that there in order to reduce, it is happening like that. Therefore, in female and in male, that is very unique aspects of GHK learning. In female, the conflict is different. In male, the conflict is different. So in female, as many of you know, it is called a fear or scare disgust conflict. Two components are there. One is the fear element and the other is the disgust element. Arappu, ഭയം. ഇത് രണ്ടും കൂടി ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലെല്ലാം ഈ പ്രോഗ്രാം സംഭവിക്കാം എന്ന് മനസ്സിലാക്കുക.
മെയിലിനെ സംബന്ധിച്ചിടത്തോളം കോൺഫ്ലിക്റ്റിനെ പറയുന്ന റെസിസ്റ്റൻസ് കോൺഫ്ലിക്റ്റ്, സംതിങ് റെസിസ്റ്റിംഗ്, എൻ്റെ മുന്നോട്ടുള്ള പോക്കിന് എന്തോ തടസ്സം, ഒടക്ക്, പ്രതിബന്ധം എന്നൊക്കെ അനേക രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാകാം. അത് ഏറ്റവും കൂടുതൽ ഈ രണ്ട് കാര്യങ്ങൾ ഒരേപോലെ വരുന്ന, ഇൻ ദ കേസ് ഓഫ് ഫീമെയിൽ യു ക്യാൻ ഇമാജിൻ വാട്ട് ആർ ദി സിറ്റുവേഷൻസ് ദാറ്റ് ഹാപ്പൻസ്. Sexual abuse, where the individual, the lady, girl, may be in a helpless situation. That's fear, terrible fear is there. Also, this man did something which she didn't understand, she didn't enjoy. There was an element of disgust, there was an element of fear. So very often I had a case of, I don't know whether I told already, I had the case of a daughter of a doctor, homeopathy doctor, who came with his daughter complaining of diabetes. They said juvenile diabetes. But what was the reason that it was not a sexual abuse or anything? It was all about the menarche. The first instance when she had the bleeding, and that created both the conflicts simultaneously. There was a fear element and a disgust element, because the blood was coming from the private parts, and that caused both these conflicts together. And that was the reason for the blood sugar variations. I will explain now. Now, suppose we are finding blood somewhere, it automatically will create a sort of disgust and a fear. If you find somewhere feces, disgust is there, and maybe with the fear also, or vomitus, or vomiting. All these things can cause both the disgusting experience as well as. So alcohol, the smell of alcohol can be a fearful experience and a disgusting experience, especially for the girls. Ladies, lot of ladies have got this experience. Husband is coming after drinking. She is afraid of her husband coming home, because after drinking he needs more of sex, and he never takes a bath, or he doesn't come after cleaning or anything. His exhalations, his perspirations, all full of smell of alcohol, and he behaves in an irrational way or selfish manner. This all will cause these conflicts. So some children, when fed with a disgusting type of food, they also can cause this disgusting food. That also can cause the diabetes variations. I am going to explain what is happening on. So during the conflict activity, we are now discussing, we are discussing about the, so I will put this picture also. This will make it easy. Sorry, this one. So here, that red aspect, red picture in the right side image, right and left is written. That is called diencephalon. It is red. That means what? It is an ectoderm-derived tissue. It has got right side and left side. Right side is the insulin center. Left side is the glucose center, or the alpha islets are controlled. Beta islets are controlled from the right side. So when we say right and left, always remember it is not the Gray's Anatomy picture. It is just as we are looking forward. This is my right side, left side is this side. It is as we look forward. That is a difference from what we as doctors learned from the Gray's Anatomy pictures. There, the picture was in the reverse manner. Therefore, we always had the left image, right side, and turned in that way. So what happens during the conflict activity? We are now discussing about the alpha cells. Remember that. So during conflict activity, what will happen? There will be reduction in the production of glucagon. And as a result, what will happen? The duty of the glucagon center is to increase the blood sugar. When it is affected with the conflict, its function will be reduced. Therefore, the result will be hypoglycemia. You understand always that. That means, because it's a balance. You will learn it as we proceed further. It's a balance. Always body knows when to increase the glucagon center activity, when to increase the insulin center activity. So there will be always a balance maintained. When this balance is lost, then we will call, oh, he is having hypoglycemia, he is having hyperglycemia, or he is diabetic, he is hypoglycemic, etc. We will diagnose. So this, it may not be very easy for the first or the students or doctors who are learning it for the first time. It is not as we learned in the medical colleges, because there, I repeat many a time I told this, that is purely 80% allopathy plus 20% പുട്ടിന് പീര പോലെ ഹോമിയോപ്പതി. അതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇത് മനസ്സിലാക്കണം, എന്നിട്ട് എത്രയും പെട്ടെന്ന് അത് മനസ്സിലാക്കണമെന്ന് പറയുമ്പോൾ ബാക്കി പറയുന്നില്ല.
നിങ്ങൾക്കെല്ലാം അറിയാം, എൻ്റെ മനസ്സിലിരിപ്പ് നിങ്ങൾക്കറിയാം. സോ ഇറ്റ് ഈസ് എ ഫങ്ഷണൽ ചേഞ്ച് ഉള്ളി, അല്ലാതെ അവിടെ ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നില്ല. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് നമ്മൾ ഈ ഫണ്ടമെന്റൽസ് പഠിച്ചപ്പോൾ, പ്രത്യേകിച്ച് ഡോക്ടർ ശശിയുടെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചപ്പോൾ, കാറ്റഗറൈസ് ചെയ്ത് പല ടിഷ്യൂവും ഡ്യൂറിങ് ദി കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി, എസ്പെഷ്യലി വെൻ ദേ ആർ derived from the ectoderm during the conflict activity. That is second law, biological law. I don't need to repeat all those things. But there are certain tissues like, what are they? This pancreatic or the cells, insulin center, for example, they are having a difference in their functionality, or diabetes is the result of the functional change. There is no growth, as we learned in the case of gland, pancreas gland, or in the ducts. We learned about the depletion of the cells, multiplication of the cells, etc. But here, when we learn about the glucagon center or the insulin center, there is changes in the function, but there is no growth. There is no cellular depletion. There is no cellular multiplication. This you have to understand. There are some other tissues also. ഞാൻ പെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ഇരിക്കുമെന്ന് അറിയത്തില്ല. തലാമസ് ഈസ് ലൈക്ക് ദാറ്റ്. ഡയബറ്റീസിന്റെ ഇപ്പോൾ ഞാൻ പറഞ്ഞു. വേറെ ഫങ്ഷണൽ ചേഞ്ചസ് വരുന്ന ഓർഗൻസ്, സ്കെൽറ്റൽ മസിൽസ്, പെരിയോസ്റ്റിയം, പിന്നെ റെറ്റിന, പിന്നെ വിട്രിയസ് ബോഡി, ഇങ്ങനെ പല ഓർഗൻസും അതിന്റെ ഫങ്ഷണൽ ചേഞ്ചസ് വരും ഡ്യൂറിങ് ദി കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി ആൻഡ് ഡ്യൂറിങ് ദി കോൺഫ്ലിക്റ്റ് ഹീലിംഗ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ മാത്രമേ ഇനി പല വിഷയങ്ങളും നമ്മൾ പഠിക്കുമ്പോഴത്തെ ഇത് എക്സാക്ട്ലി മനസ്സിലാക്കുള്ളൂ. അതുപോലെ ഒരു അവയവമാണ് എന്ത്, ഈ പറയുന്ന ഡയൻകഫലോൺ, വിച്ച് ഈസ് കോൾഡ് ഗ്ലൂക്കോസ് സെന്റർ. ഗ്ലൂക്കോസ് അപ്പ്, ഗ്ലൂക്കോസ് ഡൗൺ. ഈ സെന്ററിന്റെ ഫങ്ഷനിൽ മാത്രമാണ് ചേഞ്ചസ്. ദർ ഇസ് നോ ഗ്രോത്ത്, ദർ ഇസ് നോ എക്സ്ട്രാ ഗ്രോത്ത്, ദർ ഇസ് നോ സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻ, ദർ ഇസ് നോ സെല്ലുലാർ ഡിപ്ലീഷൻ, എക്സെട്ര. സോ functional change only, no cellular loss of cellular growth. What are the symptoms? During the hypoglycemia, I told you, during the conflict activity, the organ that is responsible for increasing the blood sugar affected, and therefore the blood sugar will be low, so resulting in the hypoglycemia. What are the common symptoms? Everybody must be knowing. There will be a sort of dizziness. നമുക്കൊരു തല കറങ്ങുന്ന പോലെ, ഒരു ബാലൻസ് ഇല്ലാത്ത പോലെ, അല്ലെങ്കിൽ നമുക്ക് സ്ട്രെങ്ത് പോയ പോലെ ഒക്കെ തോന്നും. അപ്പം നമ്മൾ പറയാം ഹൈപ്പോഗ്ലൈസീമിയ, നമ്മൾ പോയി ഷുഗർ കഴിക്കുക, അല്ലെങ്കിൽ ഗ്ലൂക്കോസ് കഴിക്കുക, പഞ്ചസാര കഴിക്കുന്നൊക്കെ പറയുന്നതിൻ്റെതാണ്. ചിലപ്പോൾ നമുക്ക് നോസിയ വരും. കോസ്റ്റ്ലെസ് ആയിട്ടുള്ള ഭക്ഷണമൊന്നും കഴിച്ചത് കുഴപ്പമൊന്നുമില്ലല്ലോ, പക്ഷെ എനിക്കൊരു നോസിയ, റെച്ചി, ഇതൊക്കെ വരുമ്പോഴേ നമ്മൾ മനസ്സിലാക്കണം ദർ മേ ബി എ ഹൈപ്പോഗ്ലൈസെമിക് കണ്ടീഷൻ. ദാറ്റ് ക്യാൻ ഓൾസോ ലീഡ് ടു എ ഫെയിൻറ്റിങ്. ഫെയിൻറ്റിങ്ങും സംഭവിക്കാം. നമ്മുടെ സ്ട്രെങ്ത് ഓഫ് ദി മസിൽ കോർഡിനേഷൻ, അല്ലെങ്കിൽ ഫൈബർ എക്സ്റ്റൻസർ ആൻഡ് ഫ്ലെക്സേഴ്സ്, ഇതിന്റെ തമ്മിലുള്ള കോർഡിനേഷൻ ഡിഫിക്കൽട്ട് ആയേക്കാം. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ദർ വിൽ ബി എ ട്രെമർ, ദർ വിൽ ബി എ ട്രെംബ്ലിംഗ്. ഇതെല്ലാം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ട്രെംബ്ലിംഗ് ഉണ്ടായാലും നമുക്ക് ഹൈപ്പോഗ്ലൈസീമിയ അതിലൊക്കെ അനുഭവപ്പെടുന്നവർക്ക് അത് വരെ ഉണ്ടാവും. എന്താ നിങ്ങൾ വിറയ്ക്കുന്ന, രാവിലെ ഒന്നും ഭക്ഷണം കഴിച്ചില്ലേ എന്ന് നമ്മൾ ചോദിക്കാറില്ല. അത് തന്നെ സംഭവം. ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഗ്ലൂക്കോസ് വന്നിട്ടില്ല. അല്ലെങ്കിൽ യു ഗോ ആൻഡ് ഡ്രിങ്ക് ജ്യൂസ് കുടിച്ചിട്ട് പോവാം, അപ്പോഴത്തേക്ക് നിങ്ങളുടെ ക്ഷീണം മാറും, തൽക്കാലത്തേക്ക് മാറും. അപ്പൊ നമുക്ക് പാൽപിറ്റേഷൻ വരാം, ഡ്യൂ ടു ദി സെയിം റീസൺ ഹാർട്ട് ഫ്ലട്ടറിങ് വരാം. നാച്ചുറലി ദർ വിൽ ബി, ബോഡി തന്നെ ഒരു സ്വീറ്റ്സിനോടുള്ള ഒരു ക്രേവിങ് ഉണ്ടാവും. നമ്മൾ ഗ്ലൂക്കോസ് കണ്ടന്റുള്ള ഫുഡ് കഴിക്കാൻ, അല്ലെങ്കിൽ സ്വീറ്റ് ഐറ്റംസ്, അല്ലെങ്കിൽ ഷുഗർ ഒക്കെ കഴിക്കാനായിട്ടുള്ള താല്പര്യം ഉണ്ടാവും. ഇത് ഒരു 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 ഹാബിറ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മൾ വി വിൽ ഗോ ഓൺ, ബിക്കോസ് ദ കോൺഫ്ലിക്റ്റ് ഈസ് ദർ. വിത്തൗട്ട് അഡ്രസ്സിംഗ് ദി കോൺഫ്ലിക്റ്റ് വി ഗോ ഓൺ ടേക്കിംഗ് ദി സ്വീറ്റ്സ്, ആൻഡ് വാട്ട് വിൽ ഹാപ്പൻ? ഒബേസിറ്റി. ഒബേസിറ്റി ഈസ് ദ റിസൾട്ട് ഓഫ് ടേക്കിംഗ് ഇംഗ്ലീഷ്. അല്ലാതെ ഒബേസിറ്റി ഉള്ളവർക്ക് ഷുഗർ പിടിക്കും, അല്ലെങ്കിൽ ഒബേസിറ്റി ആയിട്ട് ഡയബറ്റീസുമായിട്ട് ചേർത്തിട്ടൊന്നും പഠിക്കരുത്. അതെല്ലാം റോങ് ആയിട്ടുള്ള ഐഡിയാസ് ആണ്. ഇനി ഡ്യൂറിങ് ദി ഹീലിംഗ് ഫേസ്, ഞാൻ ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്ന ഗ്ലൂക്കാഗൺ സെന്റർ ആണ്. ഡ്യൂറിങ് ദി ഹീലിംഗ് ഫേസ് വാട്ട് വിൽ ഹാപ്പൻ? Automatically glucose will rise, and there will be a temporary അത് എപ്പിലെപ്റ്റോഡ് ക്രൈസിസിലാണ്. എപ്പിലെപ്റ്റോഡ് ക്രൈസിസ് ഞാൻ പറഞ്ഞു, ഡ്യൂറിങ് എപ്പിലെപ്റ്റോഡ് ക്രൈസിസ് എക്സാക്ട്ലി ഇറ്റ് വിൽ ഹാപ്പൻ ലൈക്ക് ദി കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി. therefore there will be a temporary glucose drop. അപ്പോൾ ചിലപ്പോൾ ഈ പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇറ്റ് ക്യാൻ റിസൾട്ട് ഇൻ എ ഷോക്ക് കണ്ടീഷൻ. നമ്മൾ അതിനെ കോമാറ്റോസ് അല്ലെങ്കിൽ ഹൈപ്പോഗ്ലൈസിമിക് ഷോക്ക് എന്നൊക്കെ പറയും. ഹൈപ്പോഗ്ലൈസെമിക് ഷോക്ക്, നമ്മൾ ഡയബറ്റിക് ഷോക്ക് നമ്മൾ പിന്നീട് പഠിക്കും. അപ്പൊ ഡ്യൂറിങ് പോസ്റ്റ് ഹീലിംഗ്
സെക്കൻഡ് ഫേസ് ദാറ്റ് ഈസ് PCLB. അവിടെ എന്ത് സംഭവിക്കും? ഈ ഹൈപ്പോഗ്ലൈസീമിയ ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ചെയ്തിട്ട് അവിടെ ഷുഗർ ഇൻക്രീസ്ഡ് ആവും. നോർമലിലേക്കല്ല, ചിലപ്പോൾ അത് ഇൻക്രീസ്ഡ് ആവും. അപ്പോൾ കോസ് എവിടെയാണെന്ന് ഞാൻ പറഞ്ഞു. സ്കെയർ ഫ്രൈറ്റ് കേസ് ആവാം, ഹൈപ്പോഗ്ലൈസീമിയ ആയിരുന്നു, പക്ഷെ ഡ്യൂറിങ് ദി ഹീലിംഗ് ബോഡി വിൽ ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ദ ബ്ലഡ് ഷുഗർ. ആ ഇൻക്രീസ്ഡ് ബ്ലഡ് ഷുഗർ ഈസ് also the result of affection of the glucagon center, not the diabetes center or the insulin center. I will explain it later. Now coming back to ഇതിനെ കുറിച്ച് ഈ പറയുന്ന സ്റ്റേജിലാണ് സാധാരണ ഡയബറ്റീസ് എന്നറിയപ്പെടുന്നത്. ഇൻ ദി ഫീമെയിൽ കേസസിന് കോസ് പറഞ്ഞു, മെയിൽ കേസസിന് കോസ് പറഞ്ഞു. ഇനി മെയിൽ ക്യാൻ ബി എ ഫീമെയിൽ, ഫീമെയിൽ ക്യാൻ ബി എ മെയിൽ, ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഹോർമോണൽ ചേഞ്ചസ് ഹാപ്പനിങ് ഡ്യൂറിങ് the menopause in the case of female, and the testicular surgery, etc. അത് ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കണം. ഹോർമോണൽ വൈസ് എ മാൻ ക്യാൻ ബിക്കം എ ലോ ടെസ്റ്റോസ്റ്ററോൺ സ്റ്റാറ്റസിലേക്കൊക്കെ നമുക്ക് പോയെന്ന് വരാം. നൗ കമ്മിങ് ടു ദി ബീറ്റ ഐലറ്റ് സെൽസ്. So that is exactly what we know as diabetes. Very, very, very important. അത് നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റത്തുള്ളൂ. So take it from me. In the case of male, increased blood sugar happens during the conflict activity, and the conflict is called, or the biological conflict is called resistance conflict. എന്നെ ശ്രമിക്കുന്ന ഇത്രയും പേരെങ്കിലും, എത്ര പേരുണ്ട് അറ്റൻഡ് ചെയ്യുന്നത്? ഇത്രയും പേരെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. ഒരാൾ ഷുഗർ കൂടുതലാണെന്ന് പറഞ്ഞാൽ ഉടനെ പോയി പേടിക്കൊന്നും വേണ്ട. എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കുക. എന്തോ റെസിസ്റ്റൻസ് ഉണ്ട്, ഒരു പ്രതിബന്ധമുണ്ട്, എന്തോ ഓവർകം ചെയ്യാനായിട്ടുണ്ട്. എൻ്റെ മുമ്പിൽ ഒരു പ്രതിബന്ധമുണ്ട്. അതില്ലാത്ത ഏതെങ്കിലും ഒരു ജീവിതമുണ്ടോ? അപ്പോൾ എപ്പോഴും നമ്മുടെ ഷുഗർ കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും. ഇല്ലാത്ത സമയങ്ങളുണ്ട്, ചിലപ്പോൾ അത് കൂടുതലായിരിക്കും, ചിലത്. ഞാൻ ഇന്നും ഒരു 1-2 പേരോട് പറഞ്ഞൊരു ഉദാഹരണമുണ്ട്. ലൈഫ് ഈസ് ലൈക്ക് ആൻ ഓഷ്യൻ. There will be always waves. Only thing is, some waves are bigger like a tsunami, and some waves are very peaceful, calm. Like ഇതെപ്പോൾ പീസ്ഫുൾ അല്ല, that also is turbulence. ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഇല്ലാത്ത ലൈഫ് ഇല്ല. അവിടെ ലൈഫ് ഈസ് ഓൾവേസ് ഫുൾ ഓഫ് കോൺഫ്ലിക്ട്സ്. അപ്പൊ റെസിസ്റ്റൻസ് കോൺഫ്ലിക്ട് ഇത് മറന്നേക്കരുത്. അല്ലാതെ ഷുഗർ താത്താനായിട്ട് ഏതാണ് ഹോമിയോപ്പതി മരുന്നെന്ന് ദയവ് ചെയ്ത് പോകല്ലേ. എന്താണ് നിങ്ങളുടെ റെസിസ്റ്റൻസ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ ഈ പേഷ്യന്റിനെ സഹായിക്കുമ്പോൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്തു. അല്ലാതെ ഞങ്ങളുടെ ഒരു മരുന്നുണ്ട്, അത് കൊടുത്തു കഴിഞ്ഞാൽ ഷുഗർ താഴും. അത് ജനങ്ങളെല്ലാം പറയുന്നതല്ലേ, അവരൊക്കെ അത് പറഞ്ഞോട്ടെ, ഈ ലോകം മുഴുവൻ പറഞ്ഞോട്ടെ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഡയബറ്റീസ് ഇസ് ദ എന്താ പറയണ്ടേ, ബിഗ്ഗസ്റ്റ് ആണെന്ന് എനിക്കറിയത്തില്ല, ബിഗ്ഗസ്റ്റ് ബിസിനസ്സാണ്. The insulin was പറഞ്ഞ ഒത്തിരി പറയേണ്ടത്. ഇൻസുലിൻ വാസ് ഇൻവെന്റഡ്, ഓർ നമുക്ക് പറയാം ഡിസ്കവേർഡ് അല്ല, ഇൻവെന്റഡ് ഇൻ ദി ഇയർ 1924. അപ്പോൾ ഈ ഇൻസുലിൻ കണ്ടുപിടിച്ചത് ചെലവാകണ്ടേ? അപ്പോൾ ജനങ്ങളെ മുഴുവൻ പിടിച്ച് ഡയബറ്റിക് ആക്കിയിരിക്കുവാണ് എന്നുള്ള സത്യമെങ്കിലും മനസ്സിലാക്കുക. ഞാൻ പല പ്രാവശ്യം ഈ വേദിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. കഴിഞ്ഞ ഒരു 10-25 വർഷമായിട്ട് എൻ്റെ ശരീരത്തിലെ ബ്ലഡിൻ്റെ അകത്ത് എത്ര ഷുഗർ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഇന്ന് ഞാൻ 1-2 പേരോടെങ്കിലും പറഞ്ഞു ഈ കാര്യം. അവർക്ക് അത്ഭുതമാണ്. 73 വയസ്സാകുമ്പോഴാണ് എൻ്റെ ശരീരത്തിലെ ബ്ലഡ് ഷുഗർ, കൊളസ്ട്രോൾ, BP ഇതൊന്നും അറിയേണ്ട കാര്യമില്ല. നീ അത് ഒത്തിരി നീണ്ട ടോപ്പിക്കാണ് അതിനെ കുറിച്ച് പറയുന്നത്. Now coming to the female, I am repeating, the female conflict for diabetes is, don't forget, fear and disgust conflicts. ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നത് ബീറ്റ ഐലറ്റ് സെൽസ് ആണ്, അല്ലെങ്കിൽ we call diabetic program, because here the sugar or the glucose center is the most important hero, and we are going to understand its 2 important aspects, right side, left side, etc. So ഇത് മറന്നേക്കരുത്. Anyone who is having an increased blood sugar, he is under normal hormone status ആണെങ്കിൽ, മെയിൽ ആണെങ്കിൽ, he is under some resistance conflict. In the case of female, there is a fear element and a disgust element. So ഇതിന്റെ തീം എന്താണ്, കോർ തീം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. Always an opposition, maybe from my partner, maybe from my elder son, maybe from my neighbor, maybe from my political enemy, maybe from my office superior authority, whoever it is. Some resistance I have. In order to overcome that, I need more energy, and that more energy is supplied by the glucose increased by automatically in the blood. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞാൻ പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല, കോളേജിലൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒത്തിരി ഡയബറ്റിക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു. അന്നൊന്നും മനസ്സിലാകാതെ ഞാൻ ഒത്തിരി പേരോട് ചോദിച്ചിട്ടുണ്ട്, അല്ല ഷുഗർ കൂടിയാൽ എന്തിനാണ് ഈ രോഗം വരുന്നത്? ഷുഗർ നല്ലതല്ലേ? ഷുഗർ കൂടിയാൽ എങ്ങനെയാണ് കണ്ണു പോകുന്നത്? ഷുഗർ കൂടിയാൽ എങ്ങനെയാണ് ഹാർട്ട് ബ്ലോക്ക് ആകുന്നത്? ഷുഗർ കൂടിയാൽ എങ്ങനെയാണ് സ്ട്രോക്ക് ആകുന്നത്?
ഏതാണ്ട് 50ഓളം ഓപ്പർച്യൂണിസ്റ്റിക് ഡിസീസ് എല്ലാം കൂടെ ഷുഗറിന് ഡയബറ്റീസിനിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ലൈക്ക് ഈ പണ്ട് 10-50 രോഗങ്ങൾ എയ്ഡ്സിന് കൊടുത്തതുപോലെ, പോസ്റ്റ് കോവിഡിന് ശേഷം ഒരു 10-20 രോഗങ്ങൾ കോവിഡിന് കൊടുത്തതുപോലെ. So it has got nothing to do with, they are all different tissues, different embryologically different origin, and different brain center, different manifestations. അതുകൊണ്ട് എല്ലാ രോഗങ്ങളും ഡയബറ്റീസ് കാരണമാണെന്നുള്ള പാവപ്പെട്ട ജനങ്ങളെ പിടിച്ച് കച്ചവടം ചെയ്ത് പേടിപ്പിച്ച് ചെയ്യുന്നതിൻ്റെ അന്ന് അറ്റ്ലീസ്റ്റ് എന്നെ ശ്രമിക്കുന്ന നിങ്ങളെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള പങ്ക് വഹിച്ച് അവരെ ഈ ഭയത്തിൽ നിന്നും വിമുക്തമാക്കണം. സോ എവിടെയാണ് ബീയിങ് ഫോഴ്സ്ഡ് ടു ഡു സംതിങ്, ഐ ആം ഫോഴ്സ്ഡ്, unwilling to do something but I am helpless, I am forced to do something, അല്ലെങ്കിൽ എന്നെ നിർബന്ധിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ എൻ്റെ ഷുഗർ ഓട്ടോമാറ്റിക്കലി കൂടും. in order to make me more strong to fight with that situation and to come out of that situation, maybe always, or it can be from the authority. Authority is someone who I cannot go. It may be a police, it may be a minister, it may be a panchayat or anyone, it may be even teacher also. So during conflict activity, what happens? Very important. During the conflict activity, in the case of beta cells, the insulin production will be reduced. When the insulin production will be reduced, automatically there will be increased blood sugar. That will cause the hyperglycemia, and that is what exactly is called diabetes. So biological purpose endana? Because in order to provide more fuel for fight, നമുക്ക് ഫൈറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണ് വന്നിരിക്കുന്നത്. ഐ നീഡ് മോർ സ്ട്രെങ്ത്. സ്ട്രെങ്ത് ക്യാൻ ബി derived from the nutrition or the glucose, and that is what exactly the body does. And also remember, liver also will push into the circulation some amount of തൽക്കാലത്തെ എമർജൻസിക്ക് വേണ്ടിയിട്ട് കുറച്ച് നമ്മളതിനെ നിയോ ഗ്ലൂക്കോജനസിസ് എന്നും ഗ്ലൈക്കോജനോലൈസിസ് എന്നൊക്കെ പറയും. അത് മെറ്റബോളിസമാണ്. ഐ എം നോട്ട് ഗോയിങ് ടു ദി ഡീപ്പർ തിങ്സ് അബൌട്ട് ദാറ്റ് തിങ്. What are the symptoms of in the diabetes? When the hyperglycemia is there, there will be extreme thirst. You know the reason for thirst is because of the concentration of the blood sugar is high. But sugar content in the blood കൂടുതലായതുകൊണ്ട് അതിനെ ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഓസ്മോസിസ് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ദാഹം തോന്നുന്നത്. കെരാറ്റോ അസിഡോസിസ്, അത് എക്സ്ട്രീം ആയി കഴിഞ്ഞാൽ the acidosis, it is ketoacidosis. So ketone bodies are formed when the increased blood sugar goes beyond a particular level. So that ketone bodies will be produced in the body with its typical smell of the exhalations, expirations, etc. This chronic ayal. You see, some people are coming with 35 years of diabetes. So chronic ആണ്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ എന്താണ്? They are called insulin dependent. കുറച്ച് കഴിയുമ്പോഴത്തേക്ക്, because they are not cured, and therefore insulin അവസാനം ആദ്യം നമുക്ക് ഫുഡിൽ അഡ്ജസ്റ്റ് ചെയ്യാം, പിന്നെ കുറച്ച് ടാബ്ലറ്റ്സ് കഴിക്കാം, പിന്നെ കുറച്ച് ഇൻസുലിൻ എടുത്ത് തുടങ്ങാം. ചെറിയ യൂണിറ്റിൽ തുടങ്ങുന്നുള്ളൂ, 5 യൂണിറ്റ്, 5-10 യൂണിറ്റ്സ്. പിന്നെ അത് 35 കണ്ടിന്യൂസ് ആയി കഴിഞ്ഞാൽ പിന്നെ അവർ കൈവിട്ടു. പിന്നെ ഇത് കഴിച്ചുകൊണ്ടിരിക്കുക, ഇൻസുലിൻ എടുക്കുക, പിന്നെ ഓരോ ഫർദർ കോൺഫ്ലിക്ട്സ് വരും. അതിനനുസരിച്ച് വേറെ ഇതെല്ലാം ഡയബറ്റീസിന്റെ പേരിൽ ചാർത്തും. എന്നിട്ട് പാവപ്പെട്ട മനുഷ്യനെ ഇതിൻ്റെ അകത്ത് കച്ചവടം ചെയ്ത് ഉപയോഗപ്പെടുത്തും. ഇനി ഹീലിംഗ് ഫേസിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഐ വിൽ ഗോ ഫാസ്റ്റ്. ഐ ഡോണ്ട് നോ, സമയം കഴിഞ്ഞു, കുറച്ചുകൂടെ സ്പീഡിൽ പോകാം. അപ്പൊ ഹീലിംഗ് ഫേസിൽ എന്താണ്? ഗ്ലൂക്കോസ് നോർമലൈസ്, അതായത് ഇൻക്രീസ്ഡ് ആയിട്ട് ഓട്ടോമാറ്റിക്കലി വിട്ടാൽ മതി. പക്ഷെ ഹീലിംഗ് നടക്കണമെങ്കിൽ നമ്മൾ റിസോൾവേഷൻ നടക്കണം. റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഗ്ലൂക്കോസ് വിൽ ബിക്കം നോർമൽ. And if at all some epileptocrisis, they can have the hyperglycemia again. And there will be, of course, a chance of or the risk of a diabetic coma, as I explained already, can happen. PCLB, the hypoglycemia is the result. Therefore, don't be panicked because there is an increase. Oh, you anurai. Only you resolve the conflict, then it can even go down, and hypoglycemia പോലും ആകാം അവസാനം അത് നോർമലൈസ് ആവുകയും ചെയ്യാം. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഗ്ലൂക്കോഗൺ സെന്ററിലെ ഡയബറ്റിക് ഉണ്ടാകുന്നത് ഡ്യൂറിങ് ദി ഹീലിംഗ് ഫേസ് ആണ്. ഇവിടെ ഡയബറ്റീസ് ഉണ്ടാകുന്നത്, ബീറ്റാ സെൽസിൽ ഡയബറ്റീസ് അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് ഹൈപ്പർഗ്ലൈസീമിയ ഉണ്ടാകുന്നത് ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റിയാണ്. നിങ്ങളത് മനസ്സിലാക്കിയേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ GHK പഠിക്കുമ്പോൾ സം വെരി ഇമ്പോർട്ടൻറ്റ് ക്ലാരിഫിക്കേഷൻസ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. Type 1, Type 2 diabetes is not existing in the GHK. Type 1 നമുക്കറിയാം ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ്. ഏത് കേസിലാണ് ഇൻസുലിൻ ഡിപ്പെൻഡൻ്റ് ആകുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു, കാരണം അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ജുവനൈൽ ഡയബറ്റീസ് എന്നൊരു ആ പ്രായത്തിൻ്റെ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഡയബറ്റീസ് ദിസ് ഇസ് ദ സെയിം വെദർ ഇറ്റ് ഇസ് എ ചൈൽഡ് ഓർ നോട്ട്. അത്
ഡയബറ്റീസിന്റെ കോൺഫ്ലിക്ട്സും അതിന്റെ ഇമ്പാക്റ്റും എല്ലാം ഡിസൈഡഡ് ബൈ ദി ജെൻഡർ, ലാറ്ററാലിറ്റി ആൻഡ് ഹോർമോൺ സ്റ്റാറ്റസ്. ഹൈപ്പോഗ്ലൈസീമിയ ആൻഡ് ഡയബറ്റീസ് ആർ ടു ഫേസസ് ഓഫ് ദി സെയിം SBS, സെയിം പ്രോഗ്രാമാണ്. അപ്പോൾ ഡ്യൂറിങ് ദി കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി ഏത് കേസിലാണ് ഡൗൺ ആകുന്നതെന്ന്, ഏതിലാണ് കൂടുതലാകുന്നതെന്ന് നിങ്ങൾ പഠിക്കണം. ബോത്ത്. അപ്പോൾ ബോഡി എപ്പോഴും ഇതിനെ ബാലൻസ് ചെയ്താണ് കൊണ്ടുപോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് ഒരിടത്ത് നിന്ന് ഒരു പബ്ലിക്കായിട്ട് കുറച്ച് പേരോട് പറഞ്ഞു, ആ ഉറുമ്പിന്റെ ശരീരത്തിലും ഷുഗർ ഉണ്ട്, ആ ആയിരക്കണക്കിന് പക്ഷികളുടെ ശരീരത്തിലും ഷുഗർ ഉണ്ട്, മനുഷ്യനൊഴിച്ച്, മനുഷ്യനെ പിന്നെ ഡയബറ്റിക് ആണല്ലോ, മനുഷ്യനൊഴിച്ചുള്ള മൃഗങ്ങളുടെ ശരീരത്തിലും ഷുഗർ ഉണ്ട്, വെള്ളത്തിലുള്ള മത്സ്യത്തിന്റെ ശരീരത്തിലും ഷുഗർ ഉണ്ട്. അപ്പൊ ഇത് നമുക്കിട്ട് പണി തരാൻ വേണ്ടിയിട്ട് ദൈവമൊന്നും വെച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മളെ ഭംഗിയായിട്ട് ജീവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഷുഗർ പ്രോഗ്രാമും നമ്മുടെ ശരീരത്തിൽ വെച്ചിരിക്കുന്നത്. സോ ഷുഗർ ഈസ് നെവർ എ ഡാമേജിങ് component or damaging constituent of our blood. ഓക്കെ, ഇനി ഞാനൊരു ചെറിയ കാര്യം, അത് ഒത്തിരി സമയമെടുത്ത് പറയണമെന്ന് ആഗ്രഹിച്ചത് നടക്കുന്നില്ല. ഈ ബാലൻസ് ചിലപ്പോൾ വെരി ഇമ്പോർട്ടൻ്റ് ആകും, എസ്പെഷ്യലി ഡ്യൂറിങ് സം ക്രിട്ടിക്കൽ സ്റ്റേജസ് ഇൻ വൺസ് ലൈഫ്, ലൈക്ക് മെനോപോസ്. മെനോപോസിൽ സാധാരണഗതിയിൽ ഇതിങ്ങനെ ബാലൻസ് ചെയ്യും, ബിക്കോസ് എ ലോട്ട് ഓഫ് ചേഞ്ചസ് ആർ ഹാപ്പനിങ്. ഹോർമോണൽ വൈസിലായിട്ടുള്ള ഒരു ട്രാൻസിഷൻ ഫ്രം ഹോർമോൺ ആക്ടിവിറ്റിയിൽ നിന്ന് ഹോർമോൺ ഡൗൺ ആകുന്ന സ്റ്റേജിലേക്ക് നടക്കുന്നു. അപ്പം സൈഡ് ബൈ സൈഡ് ഒരു മെയിൽ കോൺഫ്ലിക്ട്സ് അയാളെ, ആ ലേഡീനെ ബാധിക്കാം. വാട്ട് ആർ ദി മെയിൻ കോൺഫ്ലിക്ട്സ്? ടെറിട്ടറി. അതുവരെയും ഫിയർസ് ഡിസ്കസ്ഡ് ആയിരുന്ന അവരുടെ പ്രശ്നമെങ്കിൽ പുതിയ പുതിയ ഏരിയയിലുള്ള ടെറിട്ടോറിയൽ ഇഷ്യൂസ് എല്ലാം ഇവർ ആകർഷിക്കപ്പെടും. അവിടെയെല്ലാം ഇവർ കയറി, ലേഡി കയറി പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെ അന്നേരവും ഈ ബോഡിയുടെ അപ്പ് ആൻഡ് ഡൗൺ ഓഫ് ദി ഷുഗർ വിൽ മെയിൻറ്റെയിൻ എ ബാലൻസ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ. സോ ഇതിനെ നമ്മൾ സെൻട്രൽ കോൺഫ്ലിക്റ്റ് കോൺസ്റ്റലേഷൻ എന്ന് പറയും. കോൺസ്റ്റലേഷൻ മീൻസ് simultaneously two brain hemispheres are affected, two different types of conflicts are affected, and there will be two different types of behaviors. ഇതുകൊണ്ടാണ് അതിനെ കോൺസ്റ്റലേഷൻ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നമ്മുടെ വെബ്സൈറ്റിൽ അധികം ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല, എന്നാലും ഞാനതൊന്ന് മെൻഷൻ ചെയ്ത് പോവുകയാണ്. ഇവിടെ ആൽഫ ഐലറ്റ് സെൽസും ബീറ്റ ഐലറ്റ് സെൽസിന്റെയും ആക്ടിവിറ്റി ഒരു ബാലൻസ്ഡ് ആയിട്ട് പോകാം. അതുകൊണ്ട് തന്നെ സെൻട്രൽ കോൺസ്റ്റലേഷൻ എന്ന് പറയുന്നത്, ഐ ആം ഗോയിങ് ഫാസ്റ്റ്, അത് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാം. നിങ്ങൾക്ക് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല, ബിക്കോസ് ടൈം ഈസ് വെരി മച്ച് മോർ. അപ്പൊ അന്തിമമായിട്ട്, കൺക്ലൂഷനായിട്ട് എനിക്ക് ഇതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഡയബറ്റീസ് എന്ന് പറയുന്നത് പാൻക്രിയാസിന്റെ പ്രോഗ്രാമാണെന്ന് മനസ്സിലാക്കുക. അതിനെ കൺട്രോളിങ് സെന്റർ ഈസ് ഇൻ ദി ബ്രെയിൻ ആൻഡ് ദി കോൺഫ്ലിക്ട്സ് ആർ ഇൻ ദി സൈക്കി. ഇത് മൂന്നും കൂടെ വന്നാൽ മാത്രമേ ഇത് മൂന്നും കൂടെ മനസ്സിലാക്കിയാൽ മാത്രമേ ഡയബറ്റീസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. നാളെ ഇതുവരെ നമ്മൾ പഠിച്ചതെല്ലാം കൺവെൻഷണൽ മെഡിസിൻ അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഫോർ ദം ദി ബോഡി ഓൺലി ഈസ് ദി സിംഗിൾ കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് എ ഹ്യൂമൻ ബീയിങ്. അവർ പറയും, ഞങ്ങൾ വി ബിലീവ് ഇൻ മൈൻഡ്, വി ഹാവ് ഗോട്ട് സൈക്യാട്രിക് ഡിപ്പാർട്ട്മെന്റ്, വി ഹാവ് ഗോട്ട് സൈക്കോളജി, clinical psychologist, etc. But when a particular disease is considered, they don't take into consideration. അവരുടെ ബ്രെയിനിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു HH ഹാമർ ഫോക്കസ് ഉണ്ട് കഴിഞ്ഞാൽ ഉടനെ അത് ബ്രെയിൻ ട്യൂമർ ആക്കും, അതിനെ റിമൂവ് ചെയ്യും, ബ്രെയിൻ ട്യൂമർ ഓപ്പറേഷൻ ചെയ്ത് തന്നിരിക്കും. അല്ലെങ്കിൽ ഡിയോഡനൽ ഹെഡിൽ, അല്ലെ പാങ്ക്രിയാറ്റിക് ഹെഡ് ഓഫ് ദി പാങ്ക്രിയാസിൻ്റെ അകത്ത് അവിടെ ഒരു ട്യൂമർ കണ്ടു കഴിഞ്ഞാൽ ഉടനെ അത് റിസെക്ട് ചെയ്യണം, ദർ ഇസ് എ ക്യാൻസർ എന്ന് പറയും. ഇതൊന്നും അല്ല എന്നും ഇതെല്ലാം ബോഡിയുടെ നാച്ചുറൽ ആയിട്ടുള്ള ഡിഫൻസ് മെക്കാനിസംസ് ആണെന്നാണ് GHKയുടെ സമ്മറി. സോ ഡയബറ്റീസ് ഈസ് ഓർ പാങ്ക്രിയാസിസ് ഇതിനെ സംബന്ധിക്കുന്ന ഡിസീസ് ഇസ് നോട്ട് എ സിംഗിൾ എൻറ്റിറ്റി. Different tissues, especially 3 tissues are there, and therefore 3 brain centers are there, and therefore 3 biological meanings are there. GHK always replaces fear with understanding. So ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഡയബറ്റീസിനെ കുറിച്ചുള്ള ഭയം നിങ്ങൾക്ക് ഇല്ലാതെയാക്കാൻ വേണ്ടി സാധിക്കും. അല്ലാതെ ഈ ഇൻസുലിൻ കഴിച്ചു, എന്തിനാ ഇൻസുലിൻ കഴിക്കുന്നത്, അല്ല ഇൻസുലിൻ എടുക്കുന്നത് അത് കൺട്രോൾ ചെയ്യാൻ. വാട്ട് ഈസ് ടു ബി കൺട്രോൾ? യു ഷുഡ് നോട്ട് കൺട്രോൾ. ബോഡി നോസ് ഹൗ ടു. ഞാൻ ഒത്തിരി പേരോട് പറഞ്ഞിട്ടുള്ള, ഇൻ യുവർ ബോഡി ദർ ഇസ് എ ഡോക്ടർ who is more expert than all the doctors who lived in this world and died, and more expert than all the doctors who are living in this world. And your body is having a super doctor who is better than all the doctors who are going, all the conventional medical doctors who are going to be born and lived in this world. Such a
such a what do you call super intelligence. You can call those who are not believers in God. I am a very strong believer in God, and therefore that is what I call God. അതിനെ നമ്മൾ നേച്ചർ എന്ന് പറഞ്ഞോളൂ. അത്ര ദൈവവിശ്വാസികളില്ല. ഡോക്ടർ വർഗീസ് എന്തിനാ എൻ്റെ സഹോദരങ്ങളോടും ചോദിക്കാറുണ്ട്, why you are always mentioning about God, spirituality, this and that. Yes, we cannot be free. We cannot be free from the spiritual concepts of what ours is. We are not mere bodies. We are controlled by the brain, and that brain is controlled by the psyche, and that psyche is directly connected with the super soul, I believe. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ വിരമിക്കുകയാണ്. ഇത്രയും നേരം കുറച്ച് കൂടുതൽ സമയം എടുത്തുപോയി, 10:15. എന്തായാലും ബോഡിയിൽ ഒരു ഡിസീസ് എന്ന് പറയുന്നത് ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ദീസ് ആർ ഓൾ അഡാപ്റ്റീവ് സർവൈവൽ പ്രോഗ്രാംസ്, ഇൻഹെറന്റ് ഓർ ഇന്നേറ്റ് ഓർ ഡൗൺലോഡഡ്, ആൻഡ് ഇറ്റ് ഈസ് റണ്ണിങ്. ആ പ്രോഗ്രാമിനെ പോയി ഇടയ്ക്ക് പോയി ടാമ്പർ ചെയ്യേണ്ട. നിങ്ങൾ allow it to happen. You understand? So understanding is more important, and here in GHK the fear is replaced by understanding, or it's a biological understanding, and therefore blood disorder, blood sugar disorders, they are all survival mechanisms. They are all adaptive mechanisms. They are all adaptive survival programs. There is no biochemical failure from the part of this beautiful biology that is our human organism. So thank you. At least you remember this in your mind. All these are being recorded, and they will be made available by our beloved Dr. Anita, and I'm always grateful. I have got gratitude towards her. When nobody was bold enough to take up this program of regularly conducting GHK classes, it is Dr. Anita who took up this flag and provided a platform. It's not because we don't have another platform, which is Global GHK. It is there. We are regularly conducting seminars, webinars on Wednesdays, on Sundays. Sundays we are having international Global GHK webinars. On Wednesdays we are having GHK based homeopathy mastery courses, and now from 2026 February onwards we are planning to have the basic course conducted on Fridays. Now, as all of you know, we are conducting the 9th anniversary of Global GHK, and therefore now we don't spare time for these webinars until this January is over. So നിങ്ങൾ എല്ലാവരും ഗ്ലോബൽ GHK എന്ന് പറയുന്നത് ഫ്രീ ആണ്, യൂട്യൂബിൽ അവൈലബിൾ ആണ്. വളരെ സന്തോഷത്തോടു കൂടി അറിയിക്കട്ടെ, ഞാൻ ഇന്ന് രാവിലെ നോക്കുമ്പോൾ എൻ്റെ വീഡിയോ 600 പേര് കണ്ടിരിക്കുന്നു. അതുപോലെ 10 വീഡിയോകളുണ്ട് എൻ്റെ സഹപ്രവർത്തകരെല്ലാവരും കൂടെ, ഫ്രം ഓൾ ഓവർ ദി വേൾഡ്, ഫ്രം UK, ഫ്രം ഓസ്ട്രിയ, ഫ്രം USA, from all parts of the world. We have got a faculty team. They are all providing videos, pre-recorded videos, and they are uploaded. Another thing, on 26th, the day on which GHK or Global GHK was founded or formed, on that day there will be a very special event by the participation of some 28 team members, where we are going to take up a topic, a historical event going to be, and that is called Living GHK. So in GHK we don't have a concept that we are going to manage, just like any homeopath or any doctor or any medically conscious people will ask, എന്താണ് ഇതിന് ചികിത്സ, ഇത് ഒന്നും ചികിത്സിക്കേണ്ട, എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. So we are taking up a very, very revolutionary topic, living GHK. So it is to be lived, it is to be understood, and therefore I am inviting all of you to participate. That will happen on 26th of January, on the very day when Global GHK was formed 9 years back. And ആ ദിവസത്തെ ഈ വലിയ പരിപാടിയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ ശശി കുറച്ച് ദിവസത്തേക്ക് അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണം പ്രമാണിച്ച് ലീവ് എടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് വെള്ളിയാഴ്ച സംഭവം ഉണ്ടാകത്തില്ല. അടുത്ത ചൊവ്വാഴ്ച പതിവ് പോലെ എൻ്റെ ക്ലാസ് ഉണ്ടാകാനായിട്ട് ഞാൻ ശ്രമിക്കാം. ഇത്രയും നേരം ഇരുന്ന് സഹകരിച്ചതിന് നിങ്ങൾക്ക് നന്ദി പറയുന്നു. എത്ര പേരുണ്ട് അനിത ഇപ്പോഴും? 28 പേരുണ്ട് സാറേ. 8 പേര്. നിങ്ങളുടെ ഡ്യൂട്ടിയാണ് അതിനെ 280 ആക്കുകയും 2800 ആക്കുകയും ചെയ്യുന്നത്. അല്ല,
ഞാനൊന്ന് നോക്കട്ടെ, ഞാൻ പഠിക്കട്ടെ എന്ന് പറഞ്ഞാൽ പറ്റും. നിങ്ങൾ ഒരാളെ കൂടി ഇരുത്തി പഠിപ്പിക്കൂ, അയാൾക്ക് കേൾക്കട്ടെ. അത് നിങ്ങളുടെ വൈഫാകാം, നിങ്ങളുടെ പാർട്ട്ണറാകാം, നിങ്ങളുടെ മോളാവാം, നിങ്ങളുടെ ഫ്രണ്ടാവാം, നിങ്ങളുടെ എനിമിയാവാം. ബട്ട് യു സിമ്പതൈസ് വിത്ത് ഹിസ് പ്രസന്റ് കണ്ടീഷൻ, ഹെൽത്ത് കണ്ടീഷൻ. അയാളെ പഠിപ്പിക്കുക. അങ്ങനെ ഒരു സർവീസ്, ബെസ്റ്റ് സർവീസ്. ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾ ഒരാളുടെ സേവനം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സംഗതിയാണ് നിങ്ങൾ അയാളെ GHK പഠിപ്പിക്കുക. ഓക്കെ, താങ്ക് യു. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. സാറേ, ഈ പ്രഗ്നൻസി സമയത്ത് ഈ ഇൻസുലിൻ ഗ്ലൂക്കോസ് കൂടുന്നതോ? അങ്ങനെ ഒരു പ്രഗ്നൻസി അതിനെയാണ് നമ്മൾ ജെസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയും. അതെ. ജെസ്റ്റേഷനിൽ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങളുടെ ഭാര്യയോ നിങ്ങളുടെ പെങ്ങളോ നിങ്ങളുടെ ഫ്രണ്ടോ ആരെങ്കിലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു, കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് കമ്മലൊക്കെ ഇട്ട് ചൊടിയൊക്കെ ചോപ്പിച്ച് നടന്നിരുന്ന ഒരു ലേഡി ഈയിടെയായിട്ട് ഒരു ശ്രദ്ധയില്ല, മേക്കപ്പ് ചെയ്യുന്നില്ല, മുടി എങ്ങനെ കിടന്നാലും കുഴപ്പമില്ല, മുഖമൊക്കെ വീർത്തിരിക്കുന്നു, സൗന്ദര്യമൊക്കെ പോയി. പക്ഷേ ചില ഭാഗങ്ങളൊക്കെ വികസിച്ച് വരുന്നുണ്ട്, വയറ് വികസിക്കുന്നുണ്ട്, ബ്രസ്റ്റ് വലുതാകുന്നുണ്ട്, വെട്ടക്സ് വരുന്നു, അങ്ങനെ ബോഡിയിൽ അക്യുമുലേഷൻ. എന്താണ് സംഭവിച്ചത്? നേച്ചർ ഡസ് നോട്ട് എനിമോർ വാണ്ട് ഹർ ടു ബി ബ്യൂട്ടിഫുൾ. ഹോർമോണൽ ആക്ടിവിറ്റി ഈസ് ഷട്ട് ഡൗൺ ഫോർ ടൈം ബീയിങ്. വൈ? ഷീ ഈസ് പ്രഗ്നന്റ്. നേച്ചർ എന്തിനു വേണ്ടിയിട്ടാണ് അവളെ ബ്യൂട്ടിഫുൾ ആക്കിയത്? To attract the male in order to become pregnant, in order to procreate children. അപ്പൊ ഗർഭിണിയാകുന്നതോടുകൂടി ബയോളജിക്കൽ ഫങ്ഷൻ കഴിഞ്ഞു. എന്താണ്? ഐ ആം ക്യാരിയിങ് എ ബേബി, സോ ഐ ഡോണ്ട് നീഡ് ടു അട്രാക്ട് മെയിൽ. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ആ ഹോർമോണൽ ചേഞ്ചസ് വരുന്നു. അപ്പോൾ ഷീ ബിക്കംസ് എ ഹീ. ഡോണ്ട് ഫോർഗെറ്റ്, ഷീ ബിക്കംസ് എ ഹീ. മനസ്സിലായോ ഡോക്ടർ ശിവകുമാർ? മനസ്സിലായി. അപ്പോൾ ഹീ ഡസൻ റിക്വയർ എനി മോർ ഫീമെയിൽ things. അപ്പൊ എന്താണ്? He will have reactions like a male. എന്തൊക്കെ ആയിരിക്കാം അന്നേരം? ഞാൻ എവിടെയാ പ്രസവിക്കേണ്ടതെന്നൊരു കോൺഫ്ലിക്റ്റ് ആവാം. ഹസ്ബൻഡിന് എന്നോട് ഇപ്പൊ പഴയ പോലെ സ്നേഹമില്ല, ഇപ്പൊ ഒന്നും നടക്കുന്നില്ല, അതുകൊണ്ട് ഹസ്ബൻഡ് ഇപ്പൊ എൻ്റെ അടുത്ത് വരുന്നില്ല. ഹസ്ബൻഡ് എന്നെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് തള്ളിയിട്ട് പോയതാണ്. 7ാം മാസത്തിൽ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നതാണ്. അയാളൊന്ന് വിളിക്കുന്നു പോലും ഇല്ല. അപ്പൊ അയാൾക്ക് വേറെ വല്ല ലൈനുണ്ടോ? അയാൾക്ക് ഇൻട്രസ്റ്റ് കുറഞ്ഞു പോയോ? ഞാൻ പ്രസവിച്ച് കഴിയുമ്പോഴത്തേക്ക് അയാൾ വേറെ എവിടെയെങ്കിലും ലൈൻ പിടിക്കുമോ? അപ്പൊ ഇങ്ങനെയുള്ള എല്ലാം റെസിസ്റ്റൻസ് ആണ്. സോ during the gestation, during the pregnancy, a female will react to the resistance conflict. അതുവരെ കാണാത്ത കാര്യങ്ങളെല്ലാം, കാരണം അത് നേച്ചർ അങ്ങനെ അവരെ ആക്കിയിരിക്കുന്നതാണ്. ഡോക്ടർ വെറ്ററിനറി സർജൻ ആണ്, നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുമെന്ന് അറിയത്തില്ല. അദ്ദേഹം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർ ചെയ്ത വളരെയധികം GNM പഠിക്കുന്ന ഡോക്ടറാണ്. ഡോക്ടർ കണ്ടിട്ടുണ്ടാവുമല്ലോ അനിമൽസിലേക്ക്. ഞാൻ കണ്ടിട്ടുള്ളതുണ്ട്, പക്ഷി കൂട് കൂട്ടുന്നതിന് മുമ്പ് എന്തൊരു പാർട്ട്നേഴ്സ്, മെയിൽ ബേർഡും ഫീമെയിൽ ബേർഡും കൂടെ എത്ര എൻതൂസിയാസ്റ്റിക് ആയിട്ടാണ് ഒരു നെസ്റ്റ് ബിൽഡപ്പ് ചെയ്യുന്നത്, കണ്ടിട്ടില്ലേ? ഞാൻ എൻ്റെ കുഞ്ഞിപ്രായത്തിൽ കണ്ടിട്ടുണ്ട് ഒരു പന്നി. അന്നൊക്കെ നമ്മൾ പാലക്കാരായതുകൊണ്ട് പന്നിയെ വളർത്തുമായിരുന്നു. അപ്പൊ പന്നി ഗർഭിണിയായാലെങ്കിൽ പ്രസവിക്കാനാകുന്ന എങ്ങനെയാ അറിയുന്നത്? അത് ഇല്ലാത്ത ആക്രാന്തം എല്ലാം കാണിക്കാം. അവിടുന്ന് ആ ചെടിയുടെ കമ്പ് പൊടിച്ചു, ഇവിടുന്ന് അത് പറ്റി കൂട്ടി, എല്ലാം കൂടെ കൂടിയിട്ട് പ്രസവിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പൊ പ്രസവിക്കണമെങ്കിൽ എന്ത് വേണം? അതിന് പറ്റുന്ന ഒരു സ്റ്റേബിൾ ഉണ്ടാവണം. അത് പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ് അവരുടെ. അപ്പോൾ ഇതിനെതിരായിട്ട് ആരൊക്കെ നിൽക്കുന്നു? ചിലപ്പോൾ ഒരു അനിമൽ അറ്റാക്ക് ചെയ്യുന്നുണ്ടോ, അതിൽ വല്ലാത്ത റിയാക്ട് ചെയ്യും, റെസിസ്റ്റൻസ് ആണ്. ഇതേപോലെ ഒരു ലേഡിയും അവരുടെ ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞിനെ പുറത്തേക്ക് ഡെലിവറി ചെയ്യുമ്പോൾ എല്ലാം മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ആ ലേഡി ഓട്ടോമാറ്റിക്കലി റെഡി. അന്നേരം വീണ്ടും മെയിലിനെ അട്രാക്ട് ചെയ്യുകയോ ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കണമെന്നോ അല്ലെങ്കിൽ അതൊന്നും അല്ല അവരുടെ കൺസേൺ. ഹൗ ഐ ക്യാൻ ഡെലിവർ ഓർ ലേബർ ഓർ ബർത്തിങ് ഓഫ് മൈ ചൈൽഡ് ഇൻ എ വെരി ബ്യൂട്ടി. ഇത് നേച്ചർ അവർക്ക് കൊടുക്കുന്ന ഗിഫ്റ്റാണ്. അപ്പോൾ അവരുടെ ഷുഗർ അന്നേരം കൂടുന്നുണ്ടെങ്കിൽ അത് കച്ചവടമാണ്. ജെസ്റ്റേഷണൽ ഡയബറ്റീസ് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അവിടെ റെസിസ്റ്റൻസ് കോൺഫ്ലിക്റ്റ് ആണ്. അപ്പോൾ സ്കെയർ ഫ്രൈറ്റ് അല്ല പ്രോമിനന്റ്, ബിക്കോസ് ഷീ ഈസ് നോ മോർ എ ഫീമെയിൽ, ഷീ ഈസ് ആക്ച്വലി എ മെയിൽ. മനസ്സിലായോ ഡോക്ടറെ? മനസ്സിലായി. ആർക്കെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിച്ചോളൂ. Dr. Srikumar had a very good opportunity to present GSK principles in front of the Central Council of Research in Homeopathy, because he is a practicing homeopathy also. He is a holistic practitioner of medicine. അപ്പം അവിടെ പ്രസന്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടി. They were all simply surprised or wonderstruck with the knowledge.
So I am expecting a date when we will be able to influence the thinking personalities in the higher ups in the central councils or the National Council of Homeopathy, etc. So they will also start teaching GHK along with other topics of the curriculum. നിശബ്ദമാകാതെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കൂ എല്ലാവരും പ്ലീസ്. ഇന്നത്തെ ക്ലാസ് മലയാളം വെബിനാർ അല്ലായിരുന്നു, ഇംഗ്ലീഷ് വെബിനാർ ആയിരുന്നു. അത് മലയാളത്തിൽ പറയുമ്പോൾ ചിലപ്പോൾ കൂടുതൽ സമയം എടുക്കുന്ന അറിയാതെ ഷിഫ്റ്റ് ആയി പോയതാ. ഇനി ഞാൻ ശ്രദ്ധിക്കാം. അല്ലെങ്കിൽ നമുക്ക് നിർത്താം. നിർത്താം, ഇനി നമുക്ക് നിർത്താം. 10:30 ആയില്ലേ? ആ, ഓക്കെ. ഗുഡ് നൈറ്റ്. ശരി സാറേ. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഫോർ എ വണ്ടർഫുൾ സെഷൻ. അവർക്കും താങ്ക് യു ഓൾ. കൂടുതൽ ആൾക്കാരെ പങ്കെടുപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. നിങ്ങൾ ഗ്ലോബൽ GSK അല്ലെങ്കിൽ ഗ്ലോബൽ GNM വെബ്സൈറ്റിൽ അല്ല യൂട്യൂബ് ചാനലിൽ വീഡിയോസ് കാണുക. യു പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ഹൗ GHK ഈസ് നോ മോർ GNM. അതായത് ജർമ്മൻ ന്യൂ മെഡിസിൻ. ഇനി ന്യൂ ഒന്നുമില്ല. ഇറ്റ് ഈസ് ഓൾറെഡി ഇറ്റ് ബിക്കെയിം എസ്റ്റാബ്ലിഷ്. അതുകൊണ്ട് ഇനി ന്യൂ എന്നുള്ളതിന് ആ വാക്കിന് വലിയ അർത്ഥമൊന്നുമില്ല. അതുകൊണ്ട് GHK ജർമാനിക് ഹീലിംഗ് നോളജ് അത് പഠിക്കുക എല്ലാവരും. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. ഗുഡ് നൈറ്റ്. താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്. താങ്ക് യു.